മുഖ്തസർ 298 പേജ് 426. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഈളാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബയാനി മിൻ മത്താലിഇൽ മസാനി വനുസല്ലി അലാ നബിയിക മുഹമ്മദിനിൽ മുഅയ്യദി ദലായിലു ഇജാസിഹി ബിഅസ്റാരിൽ ബലാഗ وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراعة. പറഞ്ഞു വന്നത് അല്ലാമ സക്കാക്കി എന്നവർ അൽ ഇസ്തിആറത്തു തബഇയ്യത്തിനെ അൽ ഇസ്തിആറത്തുൽ മക്കിനിയി അൻഹയിലേക്ക് തിരിച്ചുവിട്ടു, അതിലേക്ക് റദ്ദ് ചെയ്തു. അത് എങ്ങനെയാണത്? ഇസ്തിആറത്തു തബഇയ്യത്തിന്റെ കരീനത്തിനെ അൽ ഇസ്തിആറത്ത് മക്കിനിയ അൻഹയാക്കി, ഇസ്തിആറത്തു തബഇയ്യത്തിനെയോ അൽ ഇസ്തിആറത്തുൽ മക്കിനിയ അന്നായുടെ കരീനത്തുമാക്കി. ഉദാഹരണം നത്തഖത്തിൽ ഹാലു. അത് ജംഹൂറിന്റെ അടുക്കൽ ഇസ്തിആറത്തു തബഇയ്യത്താണ്. അതിന്റെ കരീനത്ത് അൽ ഹാലു എന്നതാണ്. ഈ അൽ ഹാലു എന്ന ഇസ്തിആറത്തു തബഇയ്യത്തിന്റെ കരീനത്തിനെ സക്കാക്കി ഇസ്തിആറത്ത് ബിൽകിനായത്താക്കി. ആ ഇസ്തിആറത്ത് ബിൽകിനായത്തിന്റെ കരീനത്ത് നത്തഖത്ത് എന്ന തബഇയ്യത്തിനെയും ആക്കി. അങ്ങനെ ആക്കിയപ്പോൾ മുസന്നിഫ് ഇത്തിറാദ് ചെയ്തു സക്കാക്കിയുടെ മേൽ. എന്താണ് ഇത്തിറാദ്? സക്കാക്കി ഇസ്തിആറത്ത് ബിൽകിനായത്തിന്റെ കരീനത്താക്കിയത് നത്തഖത്ത് എന്ന ഇസ്തിആറത്ത് തബഇയ്യത്തിനെയാണ്. ഈ ഇസ്തിആറത്ത് തബഇയ്യത്ത് അത് ഹഖീഖത്തായിട്ടാണോ നാം സങ്കല്പിക്കുന്നത് എങ്കിൽ അവിടെ ഇസ്തിആറത്തു തഖീലിയ്യത്ത് ഉണ്ടാകുന്നില്ല. കാരണം സക്കാക്കി ഇമാമിന്റെ അടുക്കൽ ഇസ്തിആറത്തു തഖീലിയ്യത്ത് മജാസാണ്. ഇവിടെ ഹഖീഖത്താണ് ഇട്ടാണല്ലോ നമ്മൾ സങ്കല്പിച്ചത്. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ സക്കാക്കിയുടെ അടുക്കൽ എന്തുണ്ടാകുന്നില്ല? ഇസ്തിആറത്തു തഖീലിയ്യത്ത് ഉണ്ടാകുന്നില്ല. ഇസ്തിആറത്തു തഖീലിയ്യത്ത് അവിടെ ഉണ്ടാകാത്തത് കൊണ്ട് അൽ ഇസ്തിആറത്തുൽ മക്കിനിയ്യത്ത് അൽ ഇസ്തിആറത്തു തഖീലിയ്യത്തിനെ ലാസിമാക്കുന്നില്ല. അങ്ങനെ ലാസിമാക്കാതിരിക്കൽ ഇസ്തിആറത്തു തഖീലിയ്യത്ത് ഉണ്ടാകണില്ല. ഉണ്ടാകാത്തത് കൊണ്ട് ഇസ്തിആറത്തു മക്കിനിയു അന്ന എന്തിനെ ലാസിമാക്കണില്ല? ഇസ്തിആറത്തു തഖീലിയ്യത്തിനെ ലാസിമാക്കണില്ല. ഇസ്തിആറത്തുൽ മക്കിനിയു അന്ന ഇസ്തിആറത്തു തഖീലിയ്യത്തിനെ ലാസിമാക്കാതിരിക്കൽ ബാത്തിലാണ്. അതായത് ലാസിമാക്കണം. ഇത്തിഫാക്ക്, ബാത്തിലും ബിൽ ഇത്തിഫാക്ക് എന്നാ പറഞ്ഞത്. ഇവിടെ ഇസ്തിആറത്തു തഖീലിയ്യത്ത് ഉണ്ടാകുന്നില്ല. ഇസ്തിആറത്തു തഖീലിയ്യത്ത് ഉണ്ടാകാത്തത് കൊണ്ട് അൽ ഇസ്തിആറത്തുൽ മക്കിനിയു അന്ന അൽ ഇസ്തിആറത്തു തഖീലിയ്യത്തിനെ ലാസിമാക്കുന്നില്ല. അത് ബാത്തിലും ബിൽ ഇത്തിഫാക്കാണ്. അപ്പൊ ലാസിമാക്കണം. ഇത്തിഫാക്കാണ്, ലാസിമാക്കണം എന്നുള്ള ഇത്തിഫാക്കാണ്. അപ്പോൾ നത്തഖത്ത് എന്നതിനെ ഹഖീഖത്തായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ അതിന്റെ ഹഖീഖിയായ മാനയാണോ നാം അവിടെ വെക്കുന്നതെങ്കിൽ കാരണം സക്കാക്കിന്റെ അടുക്കൽ ഹാലു എന്ന് പറഞ്ഞത് മുത്തക്കല്ലിമാണല്ലോ. മുത്തക്കല്ലിമ് ഹാലാകുമ്പോൾ അൽ ഹാല് എന്നത് കൊണ്ടുള്ള മുറാദ് മുത്തക്കല്ലിമാവുമ്പോൾ നത്തഖത്ത് എന്നതിന് ഇവിടെ ഹഖീഖത്തായ മാനയും വെക്കാം, മജാസായ മാനയും വെക്കാം. ഹാല് എന്നുകൊണ്ടുള്ള മുറാദ് ഇൻസാനാണ്. ഇൻസാൻ മൊഴിഞ്ഞു, ഇൻസാൻ അറിയിച്ചു തന്നു, രണ്ടും വെക്കാലോ അവിടെ. സക്കാക്കി തക്ദീർ ചെയ്ത ഇങ്ങനെ റദ്ദ് ചെയ്തതനുസരിച്ച് അൽ ഹാലു എന്നത് കൊണ്ടുള്ള മുറാദ് അതെന്താണ്? ഒരു മുത്തക്കല്യമായ ഇൻസാനാണ്. അപ്പൊ ഇൻസാനാണ് മുറാദാകുമ്പോൾ
നത്തക്കത്ത് എന്നതിന് മൊഴിഞ്ഞു എന്നർത്ഥവും വെക്കാം, പിന്നെ അറിയിച്ചു എന്ന അർത്ഥവും വെക്കാം. അവിടെ ഹക്കീക്കത്തായിട്ടും സങ്കല്പിക്കാം, മജാസായിട്ടും സങ്കല്പിക്കാം. ഹക്കീക്കത്തായിട്ട് സങ്കല്പിക്കുമ്പോൾ ഇസ്തിആറത്തു തഖീലിയത്ത് ഉണ്ടാകുന്നില്ല. ഇസ്തിആറത്തു തഖീലിയത്തില്ലാതെ ഇസ്തിആറത്തു മിൽക്കിനായത്ത് ഉണ്ടാവൽ ബാത്തിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹക്കീക്കത്തായിട്ട് സങ്കല്പിച്ചുകൂടാ. ഇനി വഇല്ല ഐ വഇല്ലം യുഖദ്ദരി തബഇയ്യത്തു, ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇനി തബഇയ്യത്തിനെ തഖ്ദീർ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലത്തി എങ്ങനത്തെ തബഇയ്യത്ത്, ജഅലഹ സക്കാക്കിയോ, സക്കാക്കി ഇമാം അതിനെ ആക്കി കരീനത്തൽ മക്കിനിയ്യ് അൻഹ, മക്കിനിയ്യ് അൻഹായുടെ കരീനത്താക്കി. അങ്ങനത്തെ തബഇയ്യത്തിനെ സങ്കല്പിക്കുന്നില്ലെങ്കിൽ, അതിനെ ഉറപ്പിക്കുന്നില്ലെങ്കിൽ, ഹക്കീക്കത്തായിട്ട് തീരുമാനിക്കുന്നില്ല എങ്കിൽ, ഹക്കീക്കത്തായിട്ടില്ലെങ്കിൽ പിന്നെന്താ തക്ദീർ ചെയ്യേണ്ടത്? വൽ ഖദ്ദറഹ മജാസൻ, മജാസായിട്ട് തക്ദീർ ചെയ്തു സക്കാക്കി ഇമാം. ഫതകൂനു തബഇയ്യത്തു, അങ്ങനെ മജാസാക്കുകയാണെങ്കിൽ തബഇയ്യത്താകും. ആ തബഇയ്യത്ത് ഏതുപോലെ? കനത്തക്കത്ത് പോലെ. മസലൻ നത്തക്കത്തൊരു ഉദാഹരണം, ഇസ്തിആറത്താകും. എന്തുകൊണ്ടാണ് ഇസ്തിആറത്താകുന്നത്? ളറൂറത്ത അന്നഹു മജാസുൻ അലാഖത്തുഹുൽ മുശാബഹത്തു. ആ ഇസ്തിആറത്ത് ഒരു മജാസാണ്, ആ മജാസിന്റെ അലാഖത്ത് മുശാബഹത്തുമാണ്. അപ്പോ അലാഖത്ത് മുശാബഹത്തായ മജാസ് ഏതു തന്നെയാണ്? ഇസ്തിആറത്താണ്. വല്ലിസ്തിആറത്തു ഫിൽ ഫീലി, ഫിഇലിൽ ഉള്ള ഇസ്തിആറത്ത് ലാ തകൂനു ഇല്ലാ തബഇയ്യത്തൻ, തബഇയ്യത്തല്ലാതെ ആകൂല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? നത്തക്കത്തിൽ ഹാലു എന്ന് പറഞ്ഞുകൊടുത്ത് സക്കാക്കി ഇമാമിന്റെ അടുക്കൽ ഹാല് എന്ന് പറഞ്ഞത് ഇൻസാനാണ്. അപ്പൊ ഇൻസാൻ മൊഴിഞ്ഞു എന്ന് ഹക്കീക്കിയാമാന വെക്കാം. അപ്പോൾ അവിടെ ഇസ്തിആറത്തു തഖീലിയത്ത് ആ കലാമിൽ ഇല്ല. ഇസ്തിആറത്തു തഖീലിയത്തില്ലാതെ ഇസ്തിആറത്ത് മിൽക്കിനായത്തുണ്ടായി, അത് ബാത്തിലാണ്. ഇനി മജാസായ മഅനിയാണോ വെക്കുന്നത് എങ്കിലോ, അപ്പോൾ അതിന്റെ അലാഖത്ത് ഏതാണ്? മുശാബഹത്തുമാണ്. മുശാബഹത്താകുമ്പോൾ അത് ഇസ്തിആറത്താകും. ഫിഇലുള്ള ഇസ്തിആറത്ത് തബഇയ്യത്തും ആണ്. അപ്പൊ തബഇയ്യത്താകുമ്പോൾ അപ്പോൾ മജാസായിട്ട് ആണ് മഅന വെക്കുന്നതെങ്കിൽ നത്തക്കത്ത് എന്നുള്ളത് പഴയതിലേക്ക് തന്നെ മടങ്ങി. ഏതിൽ നിന്നാണോ സക്കാക്കി ഇമാമ് പോയത് അതിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു എന്നാണ് മുസന്നിഫ് ഇവിടെ പറയുന്നത്. അപ്പൊ തബഇയ്യത്താകുമ്പോൾ ഫലം യകുൻ മാ ദഹബ ഇലൈഹി സക്കാക്കിയു, സക്കാക്കി ഇമാമ് പോയ ഒന്ന് അല്ല. സക്കാക്കി ഇമാമ് പോയ ഒന്ന് ഏതാ? മിർ റദ്ദി തബഇയ്യത്തി ഇലൽ മക്കിനിയ്യി അൻഹ, അത്തബഇയ്യത്തിനെ മക്കിനിയ്യി അൻഹയിലേക്ക് റദ്ദ് ചെയ്യലിനാൽ. എന്ന് വെച്ചാൽ തബഇയ്യത്തിനെ റദ്ദ് ചെയ്യാന്ന് പറഞ്ഞാൽ തബഇയ്യത്തിന്റെ കരീനത്തിനെ റദ്ദ് ചെയ്യലിനാൽ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അല്ലാതെ തബഇയ്യത്തിനെ മക്കിനി അന്നെ ആക്കിയിട്ടില്ല, തബഇയ്യത്തിന്റെ കരീനത്തിനെയാണ് മക്കിനി അന്നെ ആക്കിയത്. അങ്ങനെ തബഇയ്യത്തിനെ റദ്ദ് ചെയ്യലിനാൽ എന്ന് പറഞ്ഞാൽ തബഇയ്യത്തിന്റെ കരീനത്തിനെ റദ്ദ് ചെയ്യലിനാൽ. കരീനത്തിനെ റദ്ദ് ചെയ്തപ്പോൾ തന്നെ എന്തായി? തബഇയ്യത്തില്ലാതെയായി. മക്കിനി അന്നയിലേക്ക് റദ്ദ് ചെയ്യലിനാൽ. അതാണ് ആ റദ്ദ് അല്ല, മുഹ്നിയൻ ആവശ്യം തീർക്കുന്നില്ല. അമ്മാദക്കറുഹു വൈറുഹു, സക്കാക്കി അല്ലാത്തവർ പറഞ്ഞ ഒന്നിനെ തൊട്ട് ആവശ്യം തീർത്തിട്ടില്ല. കാരണം മൂപ്പര് സക്കാക്കി ഇമാമ് തബഇയ്യത്തിനെ മക്കിനി അന്നയിലേക്ക് മടക്കിയപ്പോൾ ഇവിടെ തബഇയ്യത്തിന് ഹക്കീക്കത്ത് വെച്ചാൽ തഖ്യീലിയത്തില്ല. അപ്പൊ ഹക്കീക്കത്ത് വെക്കാൻ പറ്റൂല. പിന്നെ മജാസിയാമാന വെക്കണം. മജാസായമാന വെക്കുമ്പോൾ ഹലാക്കത്ത് മുശാബഹത്താവും. ഹലാക്കത്ത് മുശാബഹത്താവുമ്പോൾ അത് ഇസ്തിആറത്താവും. ഇസ്തിആറത്ത് ഫീലിലുള്ള ഇസ്തിആറത്ത് തബഇയ്യത്ത് മാത്രമാണ്. അപ്പൊ എന്തായി? സക്കാക്കി ഇമാമ് എങ്ങോട്ട് മടങ്ങി വരേണ്ടി വന്നു? തബഇയ്യത്തിലേക്ക് മടങ്ങി വരേണ്ടി വന്നു.
എന്നാൽ ഹക്കീക്കത്തായിട്ട് അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റുമോ? അതും പറ്റൂല എന്നാ പറയുന്നത്. കാരണം അപ്പൊ തഹീലിയത്ത് ഉണ്ടാവൂലല്ലോ. തഹീലിയത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മജാസാക്കാൻ നോക്കി. തഹീലിയത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മജാസി ആ മേലെ വെച്ചത്. മജാസാക്കുമ്പോഴോ അലാഖത്ത് മുസാബഹത്താണ് എഴുതുന്നത്. അലാഖത്ത് മുസാബഹത്തായാലോ അത് ഇസ്തിആറത്താകും. ഇസ്തിആർത്ത് ഫീലിൽ ഇസ്തിആർത്ത് തബയ്യത്തുമാണ്. അപ്പൊ സക്കാക്കി പറഞ്ഞ ഒന്ന് സക്കാക്കി പോയ മദ്ഹബ് മറ്റുള്ളവർ പറഞ്ഞ ഒന്നിനെ തൊട്ട് ആവശ്യം തീർത്തിട്ടില്ല. മറ്റുള്ളവർ പറഞ്ഞ ഒന്നിനെ തൊട്ട് അത് ഒലിയാക്കിയിട്ടില്ല. മറ്റുള്ളവർ പറഞ്ഞത് നിലനിൽന്നു, അത് നിലനിൽക്കുകയാണ്. മിൻ തഖ്സീമിൽ ഇസ്തിആറത്തി, ഇസ്തിആറത്തിനെ കിസ്മത്താക്കി തബഇയ്യത്തിലേക്കും വഗൈരിഹ, തബഇയ്യത്ത് അല്ലാത്തതിലേക്കും കിസ്മത്താക്കലിനാൽ. അപ്പൊ ഇസ്തിആറത്ത് തബഇയ്യത്തുമുണ്ട്, തബഇയ്യത്ത് അല്ലാത്തതുമുണ്ട് എന്നാണ് ഗൈറ് പറഞ്ഞത്. ആ പറഞ്ഞതിനെ തൊട്ട് ഇത് ആവശ്യം തീർത്തിട്ടില്ല. കാരണം തബഇയ്യത്തിലേക്ക് സക്കാക്കി ഇമാമിനിക്ക് മടങ്ങി വരേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അല്ലഹു സക്കാക്കി ഇതുത്തറ ആഹിറൽ അംരി, ആഹിറുൽ അംറിൽ സക്കാക്കി ബുദ്ധി കുടുങ്ങി ഇലൽ കൗലി ബിൽ ഇസ്തിആറത്തി തബഇയ്യത്ത് കൊണ്ടുള്ള കൗലിലേക്ക്, ആ കൗലിലേക്ക് ആഹിറുൽ അംറിലേക്ക് സക്കാക്കി ഇമാമ് കുടുങ്ങി എത്തിപ്പെട്ടു എന്നർത്ഥം. അതിനിവിടെ മറുപടി പറയാനുള്ളത്, അതിന് സക്കാക്കി ഇമാമിന്റെ ഭാഗത്തിൽ നിന്ന് മറുപടി ഉണ്ട്. ഒരു മറുപടി എന്ത്? ഫീലിലുള്ള ഇസ്തിആറത്ത് തബഇയ്യത്തല്ലാതെ ആഹൂല എന്നാ പറഞ്ഞത്. അത് സക്കാക്കി ഇമാമ് സമ്മതിക്കണ്ടേ? ഫീലിലുള്ള ഇസ്തിആറത്ത് തബഇയ്യത്തല്ലാതെ ആഹൂല എന്ന് പറഞ്ഞത് ജംഹൂറിന്റെ മദ്ഹബാണ്. ഇവിടെ നത്തക്കത്ത് എന്നതിനെ മജാസാക്കിയാൽ അതിന്റെ അലാഖത്ത് മുസാബഹത്താകും. അപ്പോൾ ഇത് ഇസ്തിആറത്താകും. ഫീലിൽ ഇസ്തിആറത്ത് തബഇയ്യത്തല്ലാതെ ആകൂല, അപ്പൊ തബഇയ്യത്തായി. അതുകൊണ്ട് സക്കാക്കി ഇമാമ് പോയ മദ്ഹബ് വയറ് പറഞ്ഞതിനെ തൊട്ട് ആവശ്യം തീർക്കലില്ല, വയറ് പറഞ്ഞതിലേക്ക് എത്തിപ്പെടേണ്ടി വന്നു, തബഇയ്യത്ത് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ഇല്ല, സക്കാക്കി ഇമാം അത് സമ്മതിച്ചിട്ടില്ല. കാരണം ഫീലുള്ള ഇസ്തിആറത്ത് തബഇയ്യത്തല്ലാതെ ആകൂല എന്നുള്ളതും ജംഹൂറിന്റെ മദ്ഹബാണ്. അല്ലാമ സക്കാക്കിയുടെ അടുക്കൽ ഫീലുള്ള ഇസ്തിആറത്ത് ഏതാവാം? തഹീലിയത്താവാം. അപ്പോൾ സക്കാക്കി ഇമാമിന്റെ അടുക്കൽ അതിനെ മജാസാക്കുമ്പോൾ ഇസ്തിആറത്തു തഹീലിയത്ത് ഉണ്ടായി എന്ന് പറഞ്ഞു. ഇസ്തിആറത്തു തഹീലിയത്ത് ഉണ്ടായി, തബഇയ്യത്തല്ല തഹീലിയത്ത്. അപ്പൊ മജാസാക്കുന്ന സമയത്ത് അത് അലാഖത്ത് മുസാബഹത്താണ്. അലാഖത്ത് മുസാബഹത്താകുമ്പോൾ അത് ഇസ്തിആറത്താണ്. ഇസ്തിആറത്ത് ഫീലിൽ തബഇയ്യത്തല്ലാതെ ആകൂല എന്ന് പറഞ്ഞത് ജംഹൂറിന്റെ മദ്ഹബാണ്. അതുകൊണ്ട് സക്കാക്കി ഇമാമ് മുളുത്തറൊന്നും ആയിട്ടില്ല. സക്കാക്കി ഇമാമിന്റെ അടുക്കൽ അത് മജാസാക്കിയപ്പോൾ ഹലാക്കത്ത് മുസാബഹത്തായിക്കോട്ടെ, ഹലാക്കത്ത് മുസാബഹത്തായ മജാസ് ഇസ്തിആറത്താണ്, അതും സമ്മതിക്കുന്നു. പക്ഷെ ഫീലുള്ള ഇസ്തിആറത്ത് തബഇയ്യത്തല്ലാതെ ആവൂല എന്ന് പറഞ്ഞത് സക്കാക്കി ഇമാമ് സമ്മതിച്ചിട്ടില്ല. ഫീലുള്ള ഇസ്തിആറത്ത് തബഇയ്യത്തല്ലാതെ ആകൂല എന്നത് സക്കാക്കി ഇമാമ് സമ്മതിച്ചിട്ടില്ല, തഹീലിയത്തുമാവാം. അതാണ് സക്കാക്കി ഇമാമിന്റെ ഭാഗത്തിൽ നിന്ന് മറുപടി. ഇനി സക്കാക്കി ഇമാമിന് വേണ്ടി വേറൊരു മറുപടി മറ്റുള്ളവർ പറഞ്ഞത്. വഖദ് ഇജാബു, ചിലപ്പോൾ മറുപടി കൊടുക്കാം. അന്ന കുല്ല മജാസിൻ, തീർച്ചയായിട്ടും എല്ലാ മജാസും. എങ്ങനത്തെ എല്ലാ മജാസും? യകൂനു അലാഖത്തുഹു അൽ മുസാബഹത്ത, അതിന്റെ അലാഖത്ത് മുസാബഹത്താകും. ലാ യജിബു അൻ യകൂന ഇസ്തിആറത്തൻ, അത് ഇസ്തിആറത്താവൽ നിർബന്ധമില്ല. അലാഖത്ത് മുസാബഹത്തായ എല്ലാ മജാസും ഇസ്തിആറത്താവൽ നിർബന്ധമില്ല. എന്താ? ലിജവാസി അൻ യകൂന ലഹു, ആ മജാസിനിക്ക് ഉണ്ടാകൽ ജായിസാണ്.
അലാഖത്തുൻ ഉഖ്റ, മറ്റൊരു അലാഖത്തുണ്ടാവാം. ബിഇത്തിബാരിഹ, ആ മറ്റൊരു അലാഖത്തിനെ ഇത്തിബാർ ചെയ്യലുകൊണ്ട് വഖഅൽ ഇസ്തിഇമാലു, ഇസ്തിഇമാൽ സംഭവിച്ചു എന്ന് പറയാലോ. അത് ഫീലുള്ള ഇസ്തിആർത്ത് തബയ്യത്തല്ലാതെ ആകൂല എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇസ്തിആർത്താക്കണ്ട. മുസാബഹത്ത് എന്ന അലാഖത്തിനെ ഇത്തിബാർ ചെയ്യുമ്പോഴാണല്ലോ ഇസ്തിആർത്താവുന്നത്. അതിന് അലാഖത്തെന്ന മുസാബഹത്തിനെ ഇത്തിബാർ ചെയ്യണ്ട. ഇവിടെ പറഞ്ഞതാണ് എന്ന കുല്ല മജാസിൻ തൊക്കൂന്നു അലാഖത്തുഹൽ മുസാബഹത്ത, അലാഖത്ത് മുസാബഹത്താകുന്ന എല്ലാ മജാസും ലാജിമായ യക്കൂന ഇസ്തിആറത്തൻ, ഇസ്തിആർത്താവൽ നിർബന്ധമല്ല. ഇസ്തിആർത്താണെങ്കിൽ അല്ലേ ഫീലുള്ള ഇസ്തിആറത്ത് തബയ്യത്ത അല്ലാതെ ആകൂല എന്ന് പറയേണ്ടി വരുന്നുള്ളൂ. അത് ഇസ്തിആർത്താവൽ നിർബന്ധമല്ല. ഈ ജവാസിയായ യക്കൂന ലഹു അലാഖത്തുൻ ഉഖ്റ, വേറെ അലാഖത്തുണ്ടാവൽ ജായിസാണ്. ഇത്തിബാരി, ആ അലാഖത്തിനെ ഇത്തിബാർ ചെയ്തുകൊണ്ട് ഒക്കാൽ ഇസ്തിമാലു, ഇസ്തിമാൽ സംഭവിച്ചു. കമാ ബൈനൻ നുത്ഖി വദ്ദലാലത്തി, നുത്ഖ് ദലാലത്തിന്റെ ഇടയിലുള്ളതുപോലെ ഫൈനഹ ദലാലത്ത് ലാസിമത്തുൽ നുത്ഖി, നുത്ഖിലേക്ക് ലാസിമാണ്. കണ്ടോ? അപ്പോ നെത്തക്കത്ത് ദല്ലത്തിന്റെ മാനാക്ക് ദല്ലത്തിനെ പറഞ്ഞാൽ, ദല്ലത്തിന്റെ മാനാക്ക് നെത്തക്കത്തിനെ പറഞ്ഞാൽ അത് ഇസ്തിആറത്താക്കണ്ട. കാരണം നുത്ഖിനക്ക് ഇന്നഹ ദലാലത്ത് ലാസിമത്തുൽ ലിന്നുത്ഖി, നുത്ഖിനിലേക്ക് ലാസിമാണ്. അപ്പൊ ലുസൂമിയത്ത് എന്ന അലാഖത്ത് നോക്കിയാൽ മജാസ് മുർസലായിക്കോളും, ഇസ്തിആർത്താവൂലല്ലോ. അതെവിടെ പറഞ്ഞിട്ടുണ്ട്? പേജ് 374 ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ടത്. ഇവിടെ നോക്കാം. എവിടെ? വല്ലിസ്തിആറത്തു ഹിയ മജാസുൻ തകൂനു അലാഖത്തുഹു അൽ മുസാബഹത്ത്. ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മജാസാണ്, അതിന്റെ അലാഖത്ത് മുസാബഹത്താവും. മുസാബഹത്ത് ആകും എന്ന് പറഞ്ഞാൽ ഐ കുസിദ അന്നൽ ഇൽത്തിലാഖ ബിസബബിൽ മുസാബഹത്തീന, മുസാബഹത്തിന്റെ സബബ് കൊണ്ടാണ് പ്രയോഗം എന്ന് കരുതപ്പെട്ടാലാ. എന്നിട്ട് അതിന്റെ അവസാനം പറയാം. എന്താ പറയുന്നു? ഫല്ലഫുൽ വാഹിദു ബിനിസ്ബത്തി ഇലൽ മഅനൽ വാഹിദി, ഒരു ലഫ്ദ് ഒരു മഅനയിലേക്ക് നോക്കിയിട്ട് ഖദ് യകൂനു ഇസ്തിആറത്തൻ വഖദ് യകൂനു മജാസൻ മുർസലൻ. ഒരു ലഫ്ദ് ഒരു മഅനയിലേക്ക് നോക്കുമ്പോൾ തന്നെ അത് ചിലപ്പോൾ ഇസ്തിആറത്താവും, ചിലപ്പോൾ മജാസ് മുർസലാവും. അതായത് രണ്ട് അലാഖത്തുണ്ടാവാം. മുസാബഹത്ത് എന്ന അലാഖത്തിനെ ഇത്തിബാർ ചെയ്യുമ്പോഴാണ് ഇസ്തിആറത്താവല്. അല്ലാത്ത അലാഖത്തിനെ ഇത്തിബാർ ചെയ്യുമ്പോഴോ മജാസ് മുർസലാകും. എന്നതുപോലെ ആയിക്കൂടെ ഇവിടെ എന്നാണ് മറുപടി. എന്നിട്ട് ബൽ എന്നല്ല ഇന്നമായക്കൂനുൽ ഇസ്തിആറത്തു, തീർച്ചയായിട്ടും ഇസ്തിആറത്ത് ഉണ്ടാകും. എപ്പോൾ ഉണ്ടാകും? ഇസ്തിആറത്ത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇദാ കാനൽ ഇസ്തിമാലു, ലഫ്ദിനെ ഉപയോഗിക്കലായാൽ ബിഇത്തിബാരി അലാഖത്തിൽ മുസാബഹത്തി, മുസാബഹത്ത് എന്ന അലാഖത്തിനെ ഇത്തിബാർ ചെയ്യൽ കൊണ്ടിട്ട് ഇത് ബൽ ഇന്നമായക്കൂനിൽ ഇസ്തിആറത്തു, ഇസ്തിആറത്ത് ഉണ്ടാകും. ഇദാ കാനൽ ഇസ്തിമാലു, ഇസ്തിമാലായാൽ മുസാബഹത്ത് എന്ന അലാഖിനെ ഇത്തിബാർ ചെയ്യൽ കൊണ്ടായാൽ. ബിഇത്തിബാരിൽ നിന്നത് കാനൽ ഇസ്തിമാലു, കാനന്റെ ഖബർ കേട്ടോ. ഇസ്തിമാല് മുസാബഹത്ത് എന്ന അലാഖത്തിനെ ഇത്തിബാർ ചെയ്യൽ കൊണ്ടിട്ടായാലാണ് ഇസ്തിആറത്ത് ഉണ്ടാകുന്നത്. പിന്നെ എന്തുകൊണ്ടുമാണ്? വഖസ്ദിൽ മുബാലഗത്തി ഫി തശ്ബീഹ്, തശ്ബീഹിൽ മുബാലഗത്തിനെ കരുതലിനെ ഇത്തിബാർ ചെയ്യൽ കൊണ്ടിട്ടും ആയാലാണ് എന്നൊരു മറുപടി സക്കാക്കിക്ക് വേണ്ടി മറ്റാരോ പറഞ്ഞതാണ്. അലാഖ് മുസാബഹത്ത് എന്ന അലാഖത്തിനെ ഇത്തിബാർ ചെയ്യണ്ട, മറ്റൊരു അലാഖത്തും ഇവിടെ ഉണ്ടാകാലോ. മറ്റൊരു അലാഖത്ത് ആ അലാഖത്തിനെ ഇത്തിബാർ ചെയ്ത മതിയല്ലോ. അത് നുത്ഖ് ദലാലത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു അലാഖത്തുണ്ട്. അവൻ അത്തക്കത്തിൽ ഹാലു എന്ന് പറഞ്ഞോട്ട് രണ്ട് അലാഖത്തുണ്ട് നുത്ഖ് ദലാലത്തിന്റെ ഇടയിൽ. ഒന്ന് മുസാബഹത്താണ്, ഒന്ന് ലുസൂമിയത്താണ്. ആ ലുസൂമിയത്ത് നോക്കുമ്പോൾ അത് മജാസ് മുർസലാണ് ആകുക. ഓ ഫീഹി നദറുൻ, ഈ ജവാബിൽ നദറുണ്ട്. കാരണം അന്ന സക്കാക്കിയ, സക്കാക്കി ഇമാമ് കഥ സർറഹ വ്യക്തമാക്കിയിട്ടുണ്ട്.
ബി അന്ന നത്തക്കത്ത് ഹാവുന അമ്രുൻ മുഖദ്ദറുൻ വഹ്മിയുൻ. ഇവിടെ നത്തക്കത്ത് ഒരു വഹ്മിയായ മുഖദ്ദറായ അമ്രാണ്. അൽഫാറിൽ മനിയത്ത് പോലെ. എങ്ങനത്തെ അൽഫാറുൽ മനിയത്ത്? അൽ മുസ്തആറത്തി, ആ അൽഫാറിന്റെ വായ്പ വാങ്ങപ്പെട്ടു. ലിസ്സൂറത്തിൽ വഹ്മിയത്തി, അൽഫാർ ഒരു മുഹക്കക്കായ സാധനമാണല്ലോ, അതിനെ വായ്പ വാങ്ങി. സൂറത്തിൽ വഹ്മിയത്തി, ഒരു വഹ്മിയായ സൂറത്തിന്. അശബീഹത്തി, എങ്ങനത്തെ വഹ്മിയായ സൂറത്ത്? അത് തുല്യമായിട്ടുണ്ട് ബിൽ അൽഫാരിൽ ഹക്കീക്കിയത്തി, ഹക്കീക്കിയായ അൽഫാറിനോട് ഷബീഹായ ഒരു വഹ്മിയായ സൂറത്താവുന്ന അൽഫാറ്. അതിനു വേണ്ടി വായ്പ വാങ്ങിയതാണ്. അങ്ങനെ ആക്കുമ്പോൾ അതെന്താ? ആവുള്ളൂ, മജാസ് മുർസലാകൂല. അതാണ് അത്. അപ്പൊ മറ്റൊരു അലാക്കത്തിനെ ഇത്തിബാർ ചെയ്തിട്ട്, ലുസൂമിയത്ത് എന്ന അലാക്കത്തിനെ ഇത്തിബാർ ചെയ്തിട്ട് ഇസ്തിആറത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയൂല. കാരണം ഇസ്തിആറത്താണെന്ന് സക്കാക്ക് സമ്മതിച്ചിട്ടുണ്ട് എന്നപ്പ പറഞ്ഞത്. അതെ, നെത്തക്കത്ത് ഒരു വഹ്മിയായ അമ്രാണ്. അൽഫാറുൽ മനിയത്ത് പോലെ അൽ മുസ്തആറത്തിൽ സൂറത്തിൽ വഹ്മിയത്തി ശബീഹത്തി ബിൽ അൽഫാരിൽ ഹഖീഖിയ, ഹഖീഖിയ അൽഫാറിനോട് ശബീഹത്തായ ഒരു വഹ്മിയായ സൂറത്തിലേക്ക് വായ്പ വാങ്ങപ്പെട്ട അൽഫാർ പോലെ ഇതും എന്താണ്? വഹ്മിയ അമ്രാണ്. അപ്പൊ എങ്ങനെ ഇവിടെ പറയണം? ഇവിടെ നെത്തക്കത്ത് എന്നുള്ളത് ഹഖീഖിയായ നുത്തുക്കിനോട് ശബീഹായ വഹ്മിയായ ഒരു നുത്തുക്കിനുക്ക് വായ്പ വാങ്ങപ്പെട്ടതാണ് ഈ നെത്തക്കത്തിന് എന്നായി. അപ്പൊ ഇസ്തിആറത്ത് തഹീലിയത്തായല്ലോ, ഫീലിലുമാണല്ലോ അതുള്ളത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഫീലുള്ള ഇസ്തിആറത്ത് തബയ്യത്തല്ലാതെ ആകൂല എന്നുള്ളത് സക്കാക്ക് സമ്മതിച്ചിട്ടില്ല. സക്കാക്കിന്റെ അടുക്കള തഹീലിയത്ത് തന്നെയാണ്, അത് പിന്നീട് പറയുന്നുമുണ്ട്. അപ്പൊ ഈ മറുപടി ശരിയല്ല. വഖദ് യുജാബു, അലാക്കത്ത് വേറെ ഉണ്ട്, സംഗതി ശരിയാണ്. നെത്തക്കത്ത് എന്ന് പറഞ്ഞുകൊടുത്ത് ദല്ലത്തിന്റെ മാനാക്ക് നെത്തവക്കത്ത് വന്നപ്പോൾ മുസാബഹത്ത് എന്ന അലാക്കത്തുമുണ്ട്, ലുസൂമിയത്ത് എന്ന അലാക്കത്തും ഉണ്ട്. എങ്കിലും സക്കാക്കിയ ലുസൂമിയത്തായ അലാക്കത്തിനെ ഇത്തിബാർ ചെയ്തിട്ടില്ല, മുസാബഹത്ത് എന്ന അലാക്കത്തിനെ തന്നെ ഇത്തിബാർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ഫീലിലായതുകൊണ്ട് തബയ്യത്തെ ആകാൻ പാടുള്ളൂ എന്നുള്ളത് സക്കാക്ക് സമ്മതിച്ചിട്ടില്ല. അപ്പോ രക്ഷപ്പെടാൻ വേണ്ടി മജാസ് മുർസലിലേക്ക് മടങ്ങേണ്ട ആവശ്യം ആർക്കില്ല? സക്കാക്ക് ഇമാമിനിക്കില്ല. കണ്ടോ? വലൗക്കാന മജാസൻ മുർസലൻ, ഇനി അത് മജാസ് മുർസലാകുകയാണെങ്കിൽ എന്തിനെ തൊട്ടാണ്? ദലാലത്തിനെ തൊട്ട് മജാസ് മുർസലാണ് ആകുന്നത്, ഇസ്തിആറത്തല്ല. ലക്കാന അമ്രം മുഹക്കക്കൻ, അപ്പോൾ അത് ഒരു മുഹക്കക്കായ അമ്രാവും, അഖിലിയായ മുഹക്കക്കായ അമ്രാവും. അപ്പോൾ അവിടെ തഹീലിയത്ത് വരുന്നില്ല. ദലാലത്തിനെ തൊട്ട്, അതായത് ദലാലത്തെന്ന മഅനാക്ക് ഏതിനുപയോഗിച്ചു? നെത്തക്കത്തിന് ഉപയോഗിച്ചു. ഇവിടെ നെത്തക്കത്ത് നുത്തുക്കും മുഹക്കക്കായ അമ്രാണ്, പിന്നെ ദലാലത്തും എന്താണ്? അഖിലിയായ മുഹക്കക്കായ അമ്രാണ്. അങ്ങനെ മജാസ് മുർസലാക്കി വന്നാൽ തന്നെ അവിടെ എന്തുണ്ടാകുന്നില്ല? തഹീലിയത്തുണ്ടാകുന്നില്ല. അപ്പൊ മജാസ് മുർസലിലേക്ക് മടങ്ങേണ്ട ആവശ്യം സക്കാക്കി ഇമാമിനില്ല. ഇസ്തിആറത്തായിക്കൊണ്ട് തന്നെ അത് തഹീലിയത്താക്കാം. അപ്പൊ ഈ മറുപടി ശരിയല്ല എന്നർത്ഥം. അല എന്തോടുകൂടെ? അന്നഹാദ, ഈ ജവാബ്, ലാ യഖ്റുജു, അത് പുറപ്പെടൂല, ഫി ജമീൽ അംസലത്തി, എല്ലാ മിസാലുകളിലും ഇത് പുറപ്പെടുകയുമില്ല. എല്ലാ മിസാലിലും ഇപ്പോ ഇസ്തിആറത്തു തബഇയ്യത്തിനെ ഇസ്തിആറത്ത് ബിൽക്കിനായത്ത് ആക്കിയതായ എല്ലാ മിസാലുകളിലും പിന്നെ ഈ മുശാബഹത്തെന്ന അലാക്കത്തിന്റെ പുറമെ മറ്റൊരു അലാക്കത്ത് ഉണ്ടാകണമെന്നില്ല. നെത്തക്കത്തിൽ ഹാലൂന്ന് പറഞ്ഞു കൊടുത്തതുണ്ട്, അത് ശരിയാണ്. പക്ഷെ എല്ലാ ഇസ്തിആറത്തു തബഇയ്യത്തിലും സക്കാത്ത് ഇമാമ എന്തിലേക്ക് മടക്കിയിട്ടുണ്ട്? ബിൽക്കിനായത്തിലേക്ക് മടക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ ബിൽക്കിനായത്തിലേക്ക് റദ്ദ് ചെയ്ത എല്ലാ തബയ്യത്തിലും ഈ മുസാബഹത്തല്ലാത്ത അലാക്കത്തുണ്ടായിക്കൊള്ളണം എന്നില്ല. ഒലോ സല്ലിമ, ഇനി എല്ലാ മിസാനിലും ഉണ്ട് എന്ന് സമ്മതിച്ചാൽ ഫഹീനകി, ആ സമയത്ത് യഊദുൽ ഇത്തിറാദുൽ അവ്വൽ, ഒന്നാമത്തെ ഇത്തിറാദ് മടങ്ങി വരും. അതെന്താ? അത് വഹുവ ഉജൂദുൽ മക്നിയ്യ അന്ന ബിദൂനി തഖീലിയത്തി, തഖീലിയത്തില്ലാതെ മക്നിയ്യ അന്ന ഉണ്ടായി. അതാണ് മജാസ് മുർസലാക്കുമ്പോൾ തഖീലിയത്ത് സംഭവിക്കണില്ല.
അപ്പൊ സക്കാക്കി ഇമാമിന് മജാസ് മുർസലാക്കേണ്ട ആവശ്യമില്ല. ഇസ്തിആറത്ത് തഖീലിയത്ത് തന്നെ ആക്കാം. ഫീലുള്ള ഇസ്തിആറത്തെല്ലാം തബഇയ്യത്താണെന്നും സക്കാക്കി സമ്മതിച്ചിട്ടില്ല. ഇനി യുംകിനുൽ ജവാബ്, മറ്റൊരു മറുപടി. ജവാബ് ഇംകാനുണ്ട് ബി അന്നൽ മുറാദ ബി അദമിൽ ഇൻഫിക്കാക്കി അല്ലേ? ബി അദമിൽ ഇൻഫിക്കാക്കിൽ ഇസ്തിആറത്തി ബിൽ കിനായത്തിനോ? എങ്ങനെയാണ് ഇവിടെ ഉള്ളത്? ബി അന്നൽ മുറാദ ബി അദമിൻഫിക്കാക്കി ബി അദമിൻഫിക്കാക്കിൽ ഇസ്തിആറത്തി ബിൽ കിനായത്തി. അൽ ഇസ്തിആറത്ത് ബി അദമിൻഫിക്കാക്കി, അതാ നല്ലത്. കാരണം അതിന് അൽ ഇസ്തിആറത്തിലേക്ക് ഇളാഫത്താണ്. ബി അദമിൻഫിക്കാക്കിൽ ഇസ്തിആറത്തി ബിൽ കിനായത്തി. പിന്നെ മറ്റൊരു സുഖ ബി അദമിൽ ഇൻഫിക്കാക്കിൽ ഇസ്തിആറത്തി ബിൽ കിനായത്തി. അൽ ഇസ്തിആറത്തു ബിൽ കിനായത്ത് വേറിടൂല. ബി അദമിൻഫിക്കാക്കിൽ ഇസ്തിആറത്തി ബിൽ കിനായത്തി. ഇസ്തിആറത്ത് ബിൽ കിനായത്ത് വേറിടൂല എന്നതുകൊണ്ടുള്ള മുറാദ് അനി തഖീലിയത്തി, തഖീലിയത്തിനെ തൊട്ട് വേറിടൂല എന്നതിന്റെ മുറാദ് അന്ന തഖീലിയത്ത ലാ തൂജദു ബിദൂനിഹ. തഖീലിയത്ത് ബിൽ കിനായത്ത് കൂടാതെ ഉണ്ടാകൂല എന്നാവാലോ. തഖീലിയത്ത് ബിൽ കിനായത്ത് കൂടാതെ ഉണ്ടാകൂല. അതായത് തഖീലിയത്ത് ഉള്ളോടത്ത് ബിൽ കിനായത്ത് വേണം, ബിൽ കിനായത്തുള്ളോടത്ത് തഖീലിയത്ത് വേണമെന്നല്ല. അപ്പൊ സക്കാക്കി ഇമാമിന് ഇവിടെ പറഞ്ഞതുപോലെയാണ്. നത്തക്കത്തിൽ ഹാലും മജാസ് മുർസലാക്കിയാലും പിന്നെ ഇനി ഫീലുള്ള ഇസ്തിആറത്ത് തബഇയ്യത്താക്കിയാലും പ്രശ്നമില്ല. കാരണം എന്താണ്? തഖീലിയത്തില്ലാതെ ബിൽ കിനായത്ത് ഉണ്ടാവാം. ഈ മറുപടി കേട്ടോ, തഖീലിയത്തില്ലാതെ ബിൽ കിനായത്ത് ഉണ്ടാവാന്നാ. കാരണം ഇസ്തിആറത്ത് ബിൽ കിനായത്ത് തഖീലിയത്തിന്റെ തൊട്ട് ഒഴിവാകൂല എന്നതുകൊണ്ടുള്ള മുറാദ് തഖീലിയത്ത് ഇസ്തിആറത്ത് ബിൽ കിനായത്ത് കൂടാതെ ഉണ്ടാവൂലാന്നാ. ലാ തുജദു ബിദൂനിഹ. എവിടെ? ഫീമാ ശാഅ മിൻ കലാമിൽ ഫുസഹായി, ഫുസഹായിന്റെ കലാമിൽ നിന്ന് വ്യാപകമായോടത്ത് ബിൽ കിനായത്തില്ലാതെ തഖീലിയത്ത് ഉണ്ടാവൂല എന്നാവാം മുറാദ്. അതങ്ങനെ പറയുന്നുണ്ട്. ഫീമാ ശാഅ മിനൽ കലാമിൽ ഫുസഹായി. ഇതിൽ ആ നിസാ തർക്കമില്ല. ഇപ്പൊ എന്താ പറഞ്ഞതെന്നറിയോ? ഇസ്തിആറത്ത് ബിൽ കിനായത്ത് തഖീലിയത്തിട്ട് ഒഴിവാകൂല എന്ന് പറഞ്ഞ അർത്ഥം ഏത് വെക്കണം? ബിൽ കിനായത്തിന് തഖീലിയത്ത് വേണമെന്നല്ല, തഖീലിയത്തിന് ബിൽ കിനായത്ത് വേണം. മറിച്ചാക്ക. അന്നത്ത് ബിൽ കിനായത്തിന് തഖീലിയത്ത് വേണം എന്നല്ല, തഖീലിയത്തിന് ബിൽ കിനായത്ത് വേണം. മുറാദ് ഇങ്ങനെ ആക്കിയല്ലോ. അന്ന തഖീലിയത്ത ലാ തൂജദു ബിദൂനിഹ. തഖീലിയത്ത് ബിൽ കിനായത്ത് കൂടാതെ എത്തിക്കപ്പെടൂല. എവിടെ? ഫുസഹായിന്റെ കലാമിൽ നിന്ന് വ്യാപകമായോടത്ത്. ലാ നിസാ ഫി അദമി ശുയൂഇ മിസ്ലി അദ്ഫാറിൽ മനിയ്യത്തി ശബീഹത്തി ബിസബഇ. സബഇനോട് ശബീഹത്തായ അദ്ഫാറുൽ മനിയ്യത്ത് പോലത്തത് ഷായി അല്ല. അവിടെ എന്തുണ്ടായി? അവിടെ ബിൽ കിനായത്തില്ലാതെ തഖീലിയത്ത് ഉണ്ടായിട്ടുണ്ട്. മുറാദ് നമ്മൾ മാറ്റിയല്ലോ. മുറാദ് എന്താ മാറ്റിയത്? തഖീലിയത്തിന് ബിൽ കിനായത്ത് വേണമെന്നാക്കി. ബിൽ കിനായത്തിന് തഖീലിയത്ത് വേണമെന്നല്ല, തഖീലിയത്തിന് ബിൽ കിനായത്ത് വേണം. അപ്പൊ പിന്നെ അൽഫാറുൽ മനിയത്തി ശബിയത്തി ബിസബി, അവിടെ തഖീലിയത്തിന് ബിൽ കിനായത്ത് ഇല്ലല്ലോ. അത് ഷായിയായ കലാമല്ല. ഷായിയായ കലാമില് തഖീലിയത്തിലേക്ക് ബിൽ കിനായത്ത് വേണമെന്നാണ് എന്നാണ് മുറാദ്, സക്കാക്കി ഇമാമിന്റെ മുറാദ്. അപ്പൊ പിന്നെ സക്കാക്കി ഇമാം ഇവിടെ അൽഫാറുൽ മനിയത്ത് ശബിയത്ത് ബിസബി എന്നുള്ളത് തഖീലിയത്തിന്റെ ബിൽ കിനായത്തില്ലല്ലോ. അത് ഷായിയായ കലാമല്ല. ഷായിയായ കലാമില് തഖീലിയത്തിലേക്ക് ബിൽ കിനായത്ത് വേണം. ഇനി ഇന്നമൽ കലാമു
തീർച്ചയായിട്ടും നമ്മളെ കലാമു ഫി സിഹത്തി, സിഹത്തിലാണ്. അൽഫാറുൽ മനിയത്ത് ശബീഹത്തി ബിസ്സബീദ് സഹീഹാണോ അല്ലേ? സക്കാത്ത് ഇമാമിന്റെ അടുക്കൽ അത് സഹീഹാണ്, പക്ഷെ ഷായി അല്ല. സഹീഹാണ്, ഷായി അല്ല. സഹീഹാണ്, ഷായി അല്ല. ഖൗമിന്റെ അടുക്കലോ അത് സഹീഹുമല്ല, പക്ഷെ എന്താവണം? തസ്ബീഹ് മുർസഹായിട്ട് സങ്കല്പിക്കണം. അവിടെ തസ്ബീഹാണ്. മനിയത്തിന് സബഇനോട് തസ്ബീഹാക്കിയപ്പോൾ തസ്ബീഹ് ഉണ്ട്. അൽഫാർ എന്നുള്ളത് സബഇന്റെ മുലായിമാണ്. അപ്പോൾ തസ്ബീഹ് മുറശഹത്താക്കിയാലേ ശരിയാവുള്ളൂ. തസ്ബീഹ് മുറശഹത്താക്കാതെ അൽഫാറിനെ സ്വന്തം തഹീലിയത്താക്കിയിട്ട് നിർത്തിയിട്ട് അവിടെ മിൽക്കിനായത്തില്ലാതെ അത് ആരുടെ അടുക്കൽ ചെയ്യാവൂല? ഖൗമിന്റെ അടുക്കൽ ചെയ്യാവൂല. സക്കാത്ത് ഇമാമിന്റെ അടുക്കൽ സഹിയാകും, പക്ഷെ അത് ഷായി അല്ല എന്ന് മാത്രം. ഷായിയായ കലാമില് തഹീലിയത്തിന് എന്ത് വേണം? മിൽക്കിനായത്ത് വേണം. ഇന്നമൽ കലാമു ഫിസ്സിഹത്തി, തീർച്ചയായിട്ടും കലാമ് സിഹത്തിലാണ്. സിഹത്തിലാന്ന് പറഞ്ഞാല് സക്കാത്ത് അടുക്കൽ അത് സഹിയാണ്. കാരണം മിൽക്കിനായത്തില്ലാതെ അവിടെ എന്തുണ്ടായി? തഹീലത്തുണ്ടായി. ഷായി അല്ലാതെ മാത്രം. ഖൗമിന്റെ അടുക്കല് അത് ചെയ്യാവൂല. അതിനെ തസ്ബീഹ് മുറശഹത്താക്കാതെ ചെയ്യാവൂല. അലാമ കററഹു സാഹിബുൽ കശാഫ്, സാഹിബുൽ കശാഫ് സ്ഥിരീകരിച്ചതനുസരിച്ച് ഫീ ഖൗലി തആല, അല്ലാഹുവിന്റെ ഖൗലില് അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി, അവിടെ എന്ത് ചെയ്തു? അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി, അവിടെ എന്തുണ്ടായി? അവിടെ അഹ്ദിനെ ഹബ്ലിനോട് തശ്ബീഹാക്കി, എന്നിട്ട് മുസബ്ബഹിനെ പറഞ്ഞു. അപ്പൊ ബിൽക്കിനായത്താണ്. നഖ്ലിനെ എന്തുവാക്കി? യുബത്തിലൂന എന്ന് മൈനയും വെച്ചു. അത് ഇസ്തിആറത്ത് തഹ്ഖീഖിയത്താണ്. അപ്പോൾ അവിടെ തഹീലിയത്തില്ലാതെ എന്തുണ്ടായി? ബിൽക്കിനായത്ത് ഉണ്ടായി. അപ്പൊ ബിൽക്കിനായത്തിന് തഹീലിയത്ത് വേണ്ട, തഹീലിയത്തിനാണ് ബിൽക്കിനായത്ത് വേണ്ടത്. ഇവിടെ സാഹിബുൽ കശാഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ അഹദിനെ അവർ പൊളിക്കും. അഹദിനെ ഹബിലിനോട് തശ്ബീഹാക്കിയിട്ട് ഹബിലിനിക്ക് ഖാസായ നഖ്ലിനെ അഹദിലേക്ക് ചേർത്തി. കണ്ടോ? അപ്പോ അഹദിനെ ഹബിലിനോട് തശ്ബീഹാക്കിയപ്പോൾ അഹദ് മുസബ്ബഹിനെ പറഞ്ഞു. ഇസ്തിആറത്ത് ബിൽക്കിനായത്ത്. യൻഖുദൂന എന്നുള്ളത് തഹീലിയത്തില്ല, അവിടെ തഹ്ഖീഖിയത്താണ് ഉള്ളത്. അപ്പോ ബിൽക്കിനായത്തുണ്ട്, തഹീലിയത്തില്ലല്ലോ. അപ്പോ അതിൻ്റെ അർത്ഥം ബിൽക്കിനായത്തിന് തഹീലിയത്ത് വേണ്ട, തഹീലിയത്തിന് ബിൽക്കിനായത്താണ് വേണ്ടത്. സാഹിബുൽ മിഫ്താഹിം എന്താണ് തക്രീർ ചെയ്തു? ഫീ മിസിലി അമ്പത്തർ റബീഉൽ ബക്കല, അവിടെ റബീൻ അള്ളഹാനോട് തശ്ബീഹാക്കിയിട്ട് പിന്നെ മുസബ്ബഹിനെ പറഞ്ഞു. ഇസ്തിആറത്ത് ബിൽക്കിനായത്തുണ്ട്. അമ്പത്ത എന്നുള്ളത് അതിന്റെ ഹക്കീക്കിയാമയാണ് വെച്ചത്. അപ്പൊ എന്തായി? അത് ഇസ്തിആറത്തും അല്ല, ഒന്നുമല്ല, അത് ഹക്കീക്കത്ത് തന്നെയാണ്. ഫസാറൽ ഹാസിലു മിൻ മദ്ഹബിഹി, സക്കാത്തിന്റെ മദ്ഹബിൽ നിന്ന് ഹാസില് അന്ന കരീരത്തൽ ഇസ്തിആറത്ത് മിൽക്കിനായത്തി, ഇസ്തിആറത്ത് മിൽക്കിനായത്തിന്റെ കരീരത്ത് കത്തക്കൂന് ഇസ്തിആറത്തൻ തഹീലിയത്തൻ, ചിലപ്പോൾ ഇസ്തിആറത്ത് തഹീലിയത്താവും. മിസ്ലു അൽഫാറിൽ മനിയത്തി ഒരത്തക്കത്തിൽ ഹാലു. കണ്ടോ? നത്തക്കത്തിൽ ഹാലു എന്നുള്ളടത്ത് സക്കാത്ത് ഇമാമിന്റെ ഒക്കെ തഹീലിയത്താണത്. സക്കാത്ത് ഇമാമ് അത് ഇസ്തിആറത്താണെന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടൊന്നുമില്ല. ഫീലുള്ള ഇസ്തിആറത്ത് തബയ്യത്താകാതെ പറ്റൂല എന്ന് പറഞ്ഞത് ആരും സമ്മതിച്ചിട്ടില്ല. സക്കാത്ത് ഇമാമ് സമ്മതിച്ചിട്ടില്ല. വക്കത്തക്കൂന്ന് തഹ്ഖീഖിയത്താകും അലാമാ ദുക്ര ഫീ ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഖൗലിൽ പറയപ്പെട്ടതുപോലെ യാ അർളു ബിലഈ മാഅക്കി. എന്താ അത്? അവിടെ ഇസ്തിആറത്ത് ബിൽക്കിനായത്തുണ്ട്. പിന്നെന്താണ്? അവിടെ തഹ്ഖീഖിയത്തുമാണുള്ളത്. ഹക്കീക്കത്തല്ല, തഹ്ഖീഖിയത്ത്. എന്താ? ഭൂമിയെ ഇബിലഈ, നീ വിഴുങ്ങു മാഅക്കിനിന്റെ വെള്ളത്തിന്. അവിടെ വെള്ളം എന്നതിനെ ഒരു ഭക്ഷണത്തിനോട് തശ്ബീഹാക്കി. എന്നിട്ട് മുസബ്ബഹിനെ പറഞ്ഞു. മാ മുസബ്ബഹാണ്, ഇസ്തിആറത്ത് ബിൽക്കിനായത്തായി. എന്നിട്ട് മുസബ്ബഹ് ബിഹിക്ക് ഖവാസിൽപ്പെട്ട ബൽഇനെ പറഞ്ഞു. ഇബിലഈ അതിനെന്താർത്ഥം? വിഴുങ്ങുക. വിഴുങ്ങല് ഭക്ഷണത്തിനോട് ചോദിച്ചതാണല്ലോ. ആ ഇബിലഈ എന്നുള്ളതിന്റെ മായന നീ വറ്റിക്കുക എന്നാണ്. അത് ഇസ്തിആറത്ത് തഹ്ഖീഖിയത്താണ്. വറ്റിക്കൽ എന്ന മായനാക്ക് ബൽഇനെ വാങ്ങി. അപ്പൊ എന്താ? ഇസ്തിആറത്ത് തഹ്ഖീഖിയത്തായി. മുസബ്ബഹ് ബിഹീനെ കൊണ്ടുവന്നു. മുസബ്ബഹ് മുറാദ്. മുസബ്ബഹ് എന്താ? വറ്റിക്കുക. അതാണ്. ഇവിടെ പറഞ്ഞ എന്താണ്? വിഴുങ്ങുക എന്നാണ്.
മുസബ്ബഹ് ബിഹിയെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്തിആറത്ത് തഹ്ഖീഖിയ്യത്തുമായി. ഇവിടെ ഇസ്തിആറത്ത് ബിൽ കിനാത്തിൽ ഇസ്തിആറത്ത് തഹ്ഖീഖിയ്യത്തുണ്ട്. അമ്പത്തറബിയുൽ ബക്കലയിൽ ഹക്കീക്കത്താണുള്ളത്. ഇനി വക്കത്തക്കൂനു കണ്ടോ അന്നൽ ബൽ ഇസ്തിആറത്തും ഖൗരിൽ മായി. ഇവിടെ ബൽ വെള്ളം വറ്റലിനെ തൊട്ട് ഇസ്തിആറത്താണ് ഫിൽ അർളി ഭൂമിയിൽ. വൽ മാവു ഇസ്തിആറത്ത് ബിൽ കിനായത്താണ് അനിൽ ഖദായി ഭക്ഷണത്തെ തൊട്ട്. വക്കത്തക്കൂനു ഹക്കീക്കത്തൻ ചിലപ്പോൾ ഇസ്തിആറത്ത് ബിൽ കിനായത്തിന്റെ കരീനത്ത് ഹക്കീക്കത്തുമാകും. കമാഫി അമ്പത്തറബിയുൽ ഉള്ളതുപോലെ. അമ്പത്തൊക്കെ അവിടെ ഇമ്പാത്തിന്റെ ഇമ്പാത്ത് തന്നെയുള്ള മാന ഹക്കീക്കത്തായി. ഇതാണ് ചുരുക്കം. മുഖ്തസർ 299 പേജ് 428. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇ തിബിയാനി മിൻ മത്താലിഇൽ മസാനി വനുസല്ലി അലാ നബിയിക മുഹമ്മദിനിൽ മുഅയ്യദി ദലായിലു ഇഅ്ജാസിഹി ബിഅസ്റാറിൽ ബലാഗ وعلى آله وأصحابه المحرزين قصبات السبق في مضمار الفصاحة والبراءة. فصل حسن كل من التحقيقية والتمثيل برعاية جهات حسن التشبيه. تلخيص عبارة ഫസുലും ഫീ ശറാഇത്തി ഹുസ്നിൽ ഇസ്തിആറത്തി. ഇത് ഇസ്തിആറത്തിന്റെ ഭംഗിയുടെ ഷർത്തുകളിൽ പറയുന്ന ഫസലാണ്. ഹുസ്നു കുല്ലി മിനൽ ഇസ്തിആറത്തി തഹ്ഖീഖിയ്യത്തി വത്തംസീലി അലാ സബീലിൽ ഇസ്തിആറത്തി. അൽ ഇസ്തിആറത്തു തഹ്ഖീഖിയ്യത്തിൽ നിന്നും വത്തംസീലി അലാ സബീലിൽ ഇസ്തിആറത്തിൽ നിന്നുമുള്ള ഓരോന്നിന്റെയും ഭംഗി. അൽ ഇസ്തിആറത്തു തഹ്ഖീഖിയ്യത്ത് എന്ന് പറഞ്ഞാൽ മുസ്തആറ് ലഹു ഹിസ്സിലോ അഖ്ലിലോ മുഹഖഖായതാവുക. അതാണ് ഇസ്തിആറത്തു തഹ്ഖീഖിയ്യത്ത്. ഏതൊരു ഇസ്തിആറത്തിലും തശ്ബീഹ് ഉണ്ടാവും. അഥവാ മുസബ്ബഹ് ഹിസ്സിലോ അഖ്ലിലോ മുഹഖഖാവുക. അതാണ് ഇസ്തിആറത്തു തഹ്ഖീഖിയ്യത്ത്. റഅയ്തു അസദൻ എറിമി പോലെ. ഇവിടെ മുസ്തആറ് ലഹു ആരാണ്? അർറജുലു ശുജാ ആണല്ലോ. അത് ഹിസ്സിൽ മുഹഖഖാണ്. അപ്പോ അൽ ഇസ്തിആറത്തു തഹ്ഖീഖിയ്യത്തിൽ നിന്നും അത്തംസീൽ അലാ സബീലിൽ ഇസ്തിആറത്തിൽ നിന്നുമുള്ള ഓരോന്നിന്റെയും ഭംഗി. ആ ഇസ്തിആറത്തിന്റെ ഭംഗി ബിരിആയത്തി ജിഹാത്തി ഹുസ്നി തശ്ബീഹി. തശ്ബീഹിന്റെ ഭംഗിയുടെ ചട്ടങ്ങളെ സൂക്ഷിക്കൽ കൊണ്ടിട്ടാണ്. തശ്ബീഹിന് ഹുസ്നിയത്തുണ്ടാവണമെങ്കിൽ അതിന് ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ തശ്ബീഹിന് ഹുസ്നിയത്തുണ്ടാവുകയുള്ളൂ. അതിനെ മുറാഅത്ത് ചെയ്യുമ്പോൾ ഇസ്തിആറത്തു തഹ്ഖീഖിയ്യത്തിനും അത്തംസീൽ അലാ സബീലിൽ ഇസ്തിആറത്തിനും ഭംഗി ഉണ്ടാകും. ഇസ്തിആറത്തു തഹ്ഖീഖിയ്യത്ത് അത്തംസീൽ അലാ സബീലിൽ ഇസ്തിആറത്തൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെങ്ങനെ തശ്ബീഹിന്റെ ഹുസ്ന്? കഅൻ യകൂന വജ്ഹു ശബഹി ശാമിലൻ ലിത്വറഫൈനി. വജ്ഹു ശബഹ് രണ്ട് ത്വറഫിനെയും ഉൾക്കൊള്ളിക്കുന്നതാകലുപോലെ. തശ്ബീഹിൽ വജ്ഹു ശബഹ് രണ്ട് ത്വറഫിനെയും ശാമിലാക്കുന്നതാകുമ്പോൾ അത്തശ്ബീഹിന് എന്തുണ്ട്? ഒരു ഹുസ്നിയത്തുണ്ടാകും. അപ്പൊ രണ്ട് ത്വറഫിനെയും ശാമിലാക്കാത്ത വജ്ഹു ശബഹ് എങ്ങനെയാണ്? അത് വജ്ഹു ശബഹ് ഒരു ത്വറഫിന്റെ മഫ്ഹൂമിൽ ദാഖിലും മറ്റൊരു ത്വറഫിന്റെ
മഫ്ഹൂമിനിക്ക് ലാസിമായതുമാണ് വജുഹ് ശബഹെങ്കിൽ രണ്ട് തൊറഫിനെയും വജുഹ് ശബഹ് ഷാമിലാക്കുന്നതാകൂല. അങ്ങനെയുള്ള തശ്ബീഹിൽ ഹുസ്നിയത്തുണ്ടാവുകയില്ല. രണ്ട് തൊറഫിന്റെയും മഫ്ഹൂമിൽ ദാഖിലാണ് വജുഹ് ശബഹെങ്കിൽ ആ തശ്ബീഹിന് ഹുസ്നിയത്തുണ്ടാകും. പിന്നെ അത് തശ്ബീഹിന്റെ ഒരു ഭംഗിയാണ്. അതോടൊപ്പം തശ്ബീഹ് ആവലുമാണ് വാഫിയൻ പൂർത്തിയാക്കി വീട്ടുന്നതാവലുമാണ് ബി ഇഫാദത്തിമാ ഒരു കാര്യത്തിനെ ഫായിദ വെപ്പിക്കലുകൊണ്ട് നേടിത്തരലുകൊണ്ട് പൂർത്തിയാക്കി വീട്ടുന്നതാകാം. എങ്ങനത്തൊരു കാര്യം ഉല്ലിക്ക ആ ഒരു കാര്യത്തിനെ ബന്ധിപ്പിക്കപ്പെട്ടു ബിഹി തശ്ബീഹിനോട്. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ തശ്ബീഹിനെ കൊണ്ടുവന്നത് അതിനെ ഫായിദ വെപ്പിക്കലുകൊണ്ട് പൂർത്തിയാക്കി വീട്ടുന്നതാവുക. അതെന്തിനാൽ മിനൽ ഖറദി ഈ തശ്ബീഹിന്റെ ഖറദിനാൽ വനഹ്വു ദാലിക. അപ്പോൾ വജൂഹ് ശബഹ് രണ്ട് തറഫിനെ ഷാമിലാക്കുന്നതാകലുപോലെ വനഹ്വു ദാലിക വജൂഹ് ശബഹ് രണ്ട് തറഫിനെ ഷാമിലാക്കുന്നത് പോലത്തതുപോലെയും. അതേതാണത്? അത് വജൂഹ് ശബഹ് മുബ്തദൽ അല്ലാത്തതാകുക, അതായത് വജൂഹ് ശബഹ് ഗരീബാവുക. അപ്പോൾ അതിന് തഫ്സീല് കൂടും. അല്ലെങ്കിൽ ദിഹിനിൽ ഹാദിറാവൽ നാദിറായതാവുക. ഇതൊക്കെ തശ്ബീഹിന്റെ ഹുസ്നിയത്താണ്. വജൂഹ് ശബഹ് ഗരീബ് ലത്തീഫായ ഗരീബാവുക അതൊക്കെ കഴിഞ്ഞു പോയി. അതുപോലെ തന്നെ വജൂഹ് ശബഹ് ദിഹിനിൽ ഹാദിറാവൽ നാദിറാവുക ഇതെല്ലാം തശ്ബീഹിന്റെ, മനസ്സിലായല്ലോ. വജൂഹ് ശബഹ് ഗരീബാവുക അപൂർവ ഒരു പുതുമയുള്ളതാണ് വജൂഹ് ശബഹ്. അല്ലെങ്കിൽ ദിഹിനിൽ ഹാദിറാകല് കമ്മിയാണ്. ഏതുപോലെ അസലിന്റെ കയ്യിലുള്ള മിർആത്തിനോട് ശംസിനെ തശ്ബീഹാക്കും പോലെ ആ തശ്ബീഹിന് ഭംഗിയുണ്ട്. അതാണ് നഹ്വു ദാലിക. നഹ്വു ദാലിക എന്നുള്ളത് കായക്കൂന വജൂഹ് ശബഹി ഷാമിലി തൊറഫൈനി അതിന്റെ മേൽ അത്ഫാണ്. വജൂഹ് ശബഹ് രണ്ട് തറഫിനെ ഷാമിലാക്കുന്നതാകല് പോലെ വജൂഹ് ശബഹ് രണ്ട് തറഫിനെ ഷാമിലാക്കുന്നത് പോലത്തതുപോലെയും. അതിന്റെ പുറമെ മറ്റൊരു കാര്യവും കൂടി സൂക്ഷിക്കണം ഇസ്തിആറത്തിന് ഹുസ്ൻ ഉണ്ടാകണമെങ്കിൽ. വഅല്ലാ യുസമ്മ ആ ഇസ്തിആറത്തിന് ഈ രണ്ട് ഇസ്തിആറത്തിന് വാസനിപ്പിക്കപ്പെടാതിരിക്കലുമാണ് റായിയത്തുഹു തശ്ബീഹിന്റെ ഗന്ധത്തിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കലുമാണ്. ഈ ഇസ്തിആറത്തിൽ ഒരു തശ്ബീഹ് ഉണ്ട്. ഇവിടെ മുസ്തആറു ലഹു മുസ്തആറു മിൻഹു. മുസ്തആറു ലഹൂന മുസ്തആറു മിൻഹുവിന്റെ മാനയോട് തശ്ബീഹാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന ഇല്ലാതിരിക്കുക. അപ്പോൾ ഇസ്തിആറത്തിന് ഭംഗി ഉണ്ടാകും. അതാണ് വഅല്ലാ യുസമ്മ ഈ ഇസ്തിആറത്തിന് ഈ രണ്ട് ഇസ്തിആറത്തിൽ നിന്ന് ഒന്നിനും വാസനിപ്പിക്കപ്പെടാതിരിക്കുക. റായിഅത്തുഹു തസ്ബീഹിന്റെ സ്മെല്ല് വാസനിപ്പിക്കപ്പെടാതിരിക്കലാണ് ലഫ്ളൻ ലഫ്ളില്. മൈനയില് തസ്ബീഹിന്റെ റാഹിയത്തില്ലാതിരിക്കൂലല്ലോ. കാരണം ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മുസബ്ബഹിന് വേണ്ടി മുസബ്ബഹ് ബിഹിയെ കൊണ്ടുവരലാണല്ലോ. അപ്പൊ ലഫ്ളിൽ അതിന്റെ റാഹിയത്ത്
ഈ ഇസ്തിആറത്തിനക്ക് ഇല്ലാതിരിക്കുക. ഐ ഒബി അല്ലാ യുസമ്മ ശൈഉം മിനത്ത് തഹ്ഖീഖിയ്യത്തി വത്തംസീലി. തഹ്ഖീഖിയ്യത്ത് തംസീലിൽ നിന്ന് ഒരു ശൈഇനുക്കും വാസനിപ്പിക്കപ്പെടാതിരിക്കലാകുന്നു റായിയത്ത തശ്ബീഹി, തശ്ബീഹിന്റെ ഗന്ധത്തിനെ, ആ സുഗന്ധത്തെ, മിൻ ജിഹത്തിൽ ലഫ്ളി, ലഫ്ളിന്റെ ജിഹത്തിലൂടെ വാസനിപ്പിക്കപ്പെടാതിരിക്കുക. മഅനയിൽ തശ്ബീഹിന്റെ റായിയത്തില്ലാതിരിക്കൂല. കാരണം അന്നദാലിക്ക, തീർച്ചയായിട്ടും ആ കാര്യം അന്നദാലിക്ക ആ തശ്ബീ ലഫ്ളിൽ തശ്ബീഹിന്റെ റായിയത്തിനെ വാസനിപ്പിക്കൽ എന്നത്, ലഫ്ളിൽ തശ്ബീഹിന്റെ റായിയത്തിനെ ഈ ഇസ്തിആറത്തിനക്ക് വാസനിപ്പിക്കൽ എന്നത് അതിൽ എന്നതാലിക്ക ഐ ശമ്മു റായിയത്തി തശ്ബീഹി ലഫ്ളൻ. അതാണ് അതിന്റെ തഫ്സീർ. താലിക്കന്റെ മുഷാബിലയാണ് ദസൂഖിയിൽ എടുത്തിട്ടുള്ളത്. ഐ ശമ്മു റായിയത്തി തശ്ബീഹി ലഫ്ളൻ, ലഫ്ളിൽ തശ്ബീഹിന്റെ റാഹിയത്തിനെ വാസനിക്കൽ അല്ലെങ്കിൽ വാസനിപ്പിക്കൽ. അത് എന്താണ്? യുബ്തിലുൽ ഖർള മിനൽ ഇസ്തിആറത്തി, ഇസ്തിആറത്തിനാലുള്ള ലക്ഷ്യത്തിനെ ബാത്തിലാക്കും. എന്താ ഇസ്തിആറത്തിനാലുള്ള ഖറള്? ആ ഖറള് ഇനി ഇദ്ദിആ ദുഖൂലൽ മുശബ്ബഹി ഫീ ജിൻസിൽ മുശബ്ബഹി ബിഹീന, മുശബ്ബഹു ബിഹിന്റെ ജിൻസിൽപ്പെട്ടതാണ് വാദിക്ക. അതാണ് ഇസ്തിആറത്തിനാലുള്ള ഖറള്. റഅയ്തു റജുല ശുജാഅ എന്ന് പറയേണ്ടോടത്ത് റഅയ്തു അസദൻ എന്ന് പറയുന്നത് എന്തിനാണ്? റജുലു ശുജാഉം അസദും ഒരു ജിൻസിൽപ്പെട്ടതാണെന്ന് വാദിക്കാണ്. തശ്ബീഹിന്റെ സ്മെല്ലുണ്ടാകുമ്പോൾ ഒരു ജിൻസിൽപ്പെട്ടതാന്നുള്ള വാദത്തിന് എതിരാണത്. കാരണം തശ്ബീഹിൽ മുശബ്ബഹ് ബിഹി വജുഹു ശബഹിൽ അഅലയാവണം. മുശബ്ബഹു ബിഹി വജുഹു ശബഹിൽ അഅലയാകുമ്പോൾ അപ്പോ മുശബ്ബഹു ബിഹി, ഇതിൽ വജുഹു ശബഹ് മുശബ്ബഹു ബിഹിയിൽ അഅലയാകുമ്പോൾ രണ്ടും ഒരു ജിൻസിൽപ്പെട്ടതാണെന്നുള്ള വാദത്തിന് എതിരാണത്. അപ്പൊ തശ്ബീഹിൽ മുശബ്ബഹു ബിഹി എന്താണ്? വജുഹു ശബഹിൽ അഅലയാണെന്ന് അറിയിപ്പുണ്ടാകും തശ്ബീഹില്. അതുകൊണ്ടാണല്ലോ അതിനോട് തശ്ബീഹാക്കുന്നത്. റജുലു ശുജാഇനെ അസദിനോട് തശ്ബീഹാക്കുന്നത് എന്തിനാ? അസദിനുള്ള ശജാഅത്ത് പോലെ റജുലു ശുജാഇന് ശജാഅത്തുണ്ട്. പക്ഷെ ശജാഅത്ത് കൂടുതലുള്ളത് ആർക്കാവണം? അസദിലാവണം. അപ്പോഴാണ് തശ്ബീഹ് പ്രയോഗിക്കുന്നത് അവിടെയാണ്. അപ്പൊ തശ്ബീഹിന്റെ സ്മെല്ലുണ്ടാകുമ്പോൾ രണ്ടും ഒരു ജിൻസിൽപ്പെട്ടതാണെന്നുള്ള വാദത്തിനെതിരാണത്. രണ്ടും ഒരു ജിൻസിൽപ്പെട്ടതാണെന്ന് വാദിക്കുമ്പോൾ വജൂഹു ശബഹ് രണ്ടിലും ഇസ്തിവാ, രണ്ടിലും സമമാവണം. ആ സമമാവലിന് എതിരാണ് തശ്ബീഹിന്റെ സ്മെല്ലുണ്ടാകല്. അപ്പോ ഇസ്തിആറത്തിനാലുള്ള ഖർളിനെ ബാത്തിലാക്കും ആ വാസനിപ്പിക്കൽ. അതെന്താണത്? ലിമാഫി തശ്ബീഹി, വാസനിപ്പിക്കപ്പെടാതിരിക്കലാണ്. അത് ഖർളിനെ ബാത്തിലാക്കും എന്ന് പറഞ്ഞല്ലോ. ഖർള് എന്താണ്? മുശബ്ബഹു ബിന്റെ ജിൻസിൽപ്പെട്ടതാണെന്ന് വാദിക്കൽ. ആ ഖർളിനെ ബാത്തിലാക്കും. കാരണം എന്തുകൊണ്ട്? ലിമാഫി തശ്ബീഹി, തശ്ബീഹിലുള്ള ഒന്നിന് വേണ്ടി
മിനദ്ദലാലത്തി അറിയിക്കലിനാൽ അലാ അന്നൽ മുസബ്ബഹ ബിഹി അഖ്വാ ഫി വജ്ഹു ശബഹി. മുസബ്ബഹു ബിഹി വജ്ഹു ശബഹിൽ അക്കവയാണ് എന്നതിൻ്റെ മേൽ ഉള്ള അറിയിക്കലിനാൽ ആ ദലാലത്താണ് തശ്ബീഹിലുള്ളത്. ആ ദലാലത്തുള്ളത് കൊണ്ട് തശ്ബീഹിന്റെ സ്മെല്ല് ഇസ്തിആറത്തിൽ ഉണ്ടാകാതിരിക്കണം. ഇസ്തിആറത്തിന് ഹുസ്നിയത്ത് ലഭിക്കണമെങ്കിൽ വലിദാലിക ഈ കാരണത്തിന് വേണ്ടി വലി അന്ന ശർത്ത ഹുസ്നിഹി ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്ത് അല്ലാ യുസമ്മ ഇസ്തിആറത്തിലേക്ക് വാസനിപ്പിക്കപ്പെടാതിരിക്കലാണ്. റായിയത്ത തശ്ബീഹി തശ്ബീഹിന്റെ ഗന്ധത്തിനെ സ്മെല്ലിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കലാണ് ലഫ്ദിൽ എന്ന കാരണത്തിന് വേണ്ടി. അപ്പോ ഇസ്തിആറത്തിന്റെ ഭംഗിയുടെ ഷർത്ത് എന്താണ്? തശ്ബീഹിന്റെ ഹുസ്നിയത്തിനെ മുറാഅത്ത് ചെയ്യലോട് കൂടെ എന്തും വേണം, ലഫ്ദിൽ തശ്ബീഹിന്റെ റാഹിയത്തിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കുകയും വേണം. അപ്പൊ തശ്ബീഹിന്റെ റാഹിയത്തിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കൽ ഷർത്താണല്ലോ, ഇസ്തിആറത്തിന്റെ ഹുസ്നിയത്തിന് ഷർത്താണല്ലോ എന്ന കാരണത്തിന് വേണ്ടി യുവസ്സ അൻ യകൂന ശബഹു വസിയ്യത്ത് ചെയ്യപ്പെടണം. അൻ യകൂന ശബഹു വജ്ഹു ശബഹ് ആവലിനെ ഐമാ വന്നാവലിനെ ബിഹി ആവുന്നുകൊണ്ടാണ് മുസാബഹത്ത് ബൈന തൊറഫൈനി രണ്ട് തൊറഫിന്റെ ഇടയിലുള്ള ശബഹ് ആവലിനെ ജലിയൻ അത് ജലിയാവലിനെ വസിയ്യത്ത് ചെയ്യപ്പെടണം. വസിയ്യത്ത് ചെയ്യപ്പെടുന്നു പറഞ്ഞാൽ ബുലഗായിൽ നിന്ന് ചിലരോട് വസിയ്യത്ത് ചെയ്യണം. ഇസ്തിആറത്തിന്റെ ഹുസ്നിയത്ത് അതായത് തശ്ബീഹിന്റെ റാഹിയത്തിന് വാസനിപ്പിക്കപ്പെടാതിരിക്കലാണല്ലോ ഇസ്തിആറത്തിന്റെ ഹുസ്നിയത്തിന്റെ ഷർത്ത്. ഹുസ്നിയത്ത് വാസനിക്കപ്പെടാതിരിക്കുമ്പോഴാണ് ഇസ്തിആറത്തിലേക്ക് ഭംഗി ഉണ്ടാവുക. തശ്ബീഹിന്റെ റായിഹത്തിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കുമ്പോൾ ഇസ്തിആറത്തിന് എന്തുണ്ടാവും? ഹുസ്നിയത്തുണ്ടാകും. അതുകൊണ്ട് വജ്ഹു ശബഹ് രണ്ട് തൊറഫിലുള്ള വജ്ഹു ശബഹ് ജലിയാവണം എന്ന് വസിയ്യത്ത് ചെയ്യപ്പെടണം. ബുലഗായിൽ നിന്ന് ബഅലിനോട് വസിയ്യത്ത് ചെയ്യണം. അതെന്തിനാ ജലിയാവണം എന്ന് പറയുന്നത്? കാരണം ഇവിടെ അത് പറയട്ടെ, ബി നഫ്സിഹി അത് ബി നഫ്സിഹി ജലിയാവണം. ഒന്നുകിൽ സ്വന്തം നഫ്സ് കൊണ്ട് വജ്ഹു ശബഹ് എന്താവണം? ജലിയാവണം. ഔ ബി വാസിത്തത്തി ഉറുഫിൻ അല്ലെങ്കിൽ സ്വന്തം നഫ്സ് കൊണ്ട് വജ്ഹു ശബഹ് ജലിയല്ല, ഉറുഫിന്റെ വാസിത്ത കൊണ്ട് എന്താവണം? ജലിയാവണം. ഉറുഫിന്റെ വാസിത്ത കൊണ്ട് ജലിയാവൽ ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ചാൽ സെയ്ദിന് പെരടി വീതിയുള്ള ഒരു മനുഷ്യനോട് തശ്ബീഹാക്കുക. എന്ത് വിഷയത്തിൽ? മന്ദബുദ്ധിയുടെ വിഷയത്തിൽ. അപ്പോൾ ഉറുഫിന്റെ വാസിത്ത കൊണ്ട് അവിടെ വജ്ഹു ശബഹ് ഉറുഫിന്റെ വാസിത്ത കൊണ്ട് അത് ജലിയാണ്. കാരണം ഉറുഫ് ഹുക്മ ചെയ്യുന്നുണ്ട് അലീദുൽ കഫാന്റെ കൂടെ എന്തുണ്ട്? മന്ദബുദ്ധി ഉണ്ട് എന്ന് ഉറുഫ് ഹുക്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെരടി വീതിയുള്ളവനോട് സയ്യിദിനെ തശ്ബീഹാക്കി. എന്ത് വിഷയത്തിൽ? മന്ദബുദ്ധിയുടെ വിഷയത്തിൽ. അപ്പോ
പെരടി വേദിയുള്ളവനിക്ക് ബലാദത്ത് മന്ദബുദ്ധി ഉണ്ടെന്ന് ഉറുഫ് ഹുക്മ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉറുഫിന്റെ വാസിത്ത കൊണ്ട് ജലിയായാലും മതി. അവിസ്തിലാഹിൻ അല്ലേ, അവിസ്തിലാഹിൻ ഖാസിൻ, അല്ലെങ്കിൽ ഖാസായ ഒരു ഇസ്തിലാഹ് കൊണ്ട് ഒരു ശബ്ഹ് എന്താവുക, ജലിയാവുക. അങ്ങനെ സ്വന്തം നഫ്സ് കൊണ്ടോ ഉറുഫ് ആമു കൊണ്ടോ അല്ലെങ്കിൽ ഉറുഫ് ഖാസ്, അതാണ് ഖാസായ ഇസ്തിലാഹ് എന്ന് പറഞ്ഞത്, ആ നിലക്കോ ജലിയായാൽ മതി. ഇവിടെ അത് പറഞ്ഞത്, ഇവിടെ തസ്ബീഹിന്റെ സ്മെല്ലില്ല. അപ്പോൾ ആ നിലക്ക് ഇവിടെ തസ്ബീഹിനെ സംബന്ധിച്ചൊരു ഖഫാവുണ്ട്. തസ്ബീഹിന്റെ ഇതില്ല, സ്മെല്ല് ഇവിടെ ഇല്ലല്ലോ. അപ്പോ തസ്ബീഹിന്റെ റാഹിയത്തിനെ വാസനിപ്പിക്കാതിരിക്കലുകൊണ്ടൊരു ഖഫാ ഉണ്ട്. അത് ആ ഖഫായിന്റെ കൂടെ വജൂശബ്ഹ് ജലിയല്ലാത്ത ഖഫിയായി വന്നാൽ രണ്ട് ഖഫാ ഒരുമിച്ച് കൂടും ഇസ്തിആറത്തിൽ. സംഗതി ഇസ്തിആറത്ത് തസ്ബീഹ് ഉണ്ടല്ലോ. അപ്പൊ ജലിയായിട്ടില്ലെങ്കിൽ ഖഫിയാവേണ്ടി വരും. അപ്പൊ വജൂശബ്ഹ് ഖഫിയായത് കൊണ്ടുള്ളൊരു ഖഫാവും തസ്ബീഹിന്റെ റായിഹത്തിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കൽ എന്ന ഒരു ഖഫാവും, രണ്ട് ഖഫാവും ഒരുമിച്ച് കൂടുമ്പോൾ ഇസ്തിആറത്ത് എന്താകും, അവ്യക്തമായി തീരും. അങ്ങനെ അവ്യക്തമാവാതിരിക്കാൻ വേണ്ടി വജൂഹ് ശബ്ഹ് എന്താവണം, ജലിയാവണം. ജലിയാവലിനെ വസിയത്ത് ചെയ്യപ്പെടണം ബുലഗാവിൽ നിന്ന് ചിലരോട്. അതാണ് പറയുന്നത് അല്ലാ തസീറൽ ഇസ്തിആറത്തു ഇൽഹാസൻ, ഇസ്തിആറത്ത് ഇൽഹാസനായി തഅമിയത്തൻ, അതൊരു അവ്യക്തമായത് ആവാതിരിക്കാൻ വേണ്ടി. സംഗതി ഒരു ഇസ്തിആറത്ത് നടന്നിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ ഒരു തസ്ബീഹു ഇവിടെ ആദ്യം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവണമല്ലോ. അപ്പോൾ സംഗതി ഇത് ഇസ്തിആറത്താണ്. ഇസ്തിആറത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? തസ്ബീഹ് നടക്കണം, ഒന്നിനോട് തസ്ബീഹാക്കണം. ആ തസ്ബീഹിലുള്ള വജഹു ശബ്ഹ് ഖഫിയാകുമ്പോൾ, ഖഫിയാവുകയും തസ്ബീഹിന്റെ സ്മെല്ല് ഇസ്തിആറത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇസ്തിആറത്ത് എന്തായിത്തീരും? അവ്യക്തമായതായിത്തീരും. ഇവിടെ ഒരു ഇസ്തിആറത്ത് നടന്നിട്ടില്ല എന്ന് തോന്നിപ്പോകും. അപ്പൊ ഇസ്തിആറത്ത് നടന്നിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ വജഹു ശബ്ഹ് എന്താവണം? ജലിയാവണം. അതോടൊപ്പം വിസ്നിയത്ത് കിട്ടണമെങ്കിൽ തസ്ബീഹിന്റെ റായിഹത്തിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കുകയും വേണം. എപ്പോഴാണ് ജലിയാവണം എന്ന് പറഞ്ഞത്? ഇൻ റൂഇയ ശറാഇത്തുൽ ഹുസ്നി, ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ സൂക്ഷിക്കപ്പെടുകയാണെങ്കിൽ വജൂഹ് ശബ്ഹ് ജലിയാവണം. ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ സൂക്ഷിക്കൽ തസ്ബീഹിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ സൂക്ഷിക്കുകയും അതിന്റെ പുറമെ തസ്ബീഹിന്റെ റായിയത്തിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കുമ്പോഴുമാണ് ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തിനെ സൂക്ഷിക്കൽ, മുറാഅത്ത് ചെയ്യൽ. അപ്പൊ ഇൻ റൂഇയ ശറാഇത്തുൽ ഹുസ്നി, ഇസ്തിആറത്തിന്റെ ഭംഗിയുടെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്യപ്പെടുമ്പോൾ, ആ ഭംഗിയെ മുറാഅത്ത് ചെയ്യപ്പെടുമ്പോൾ വജൂഹ് ശബ്ഹ് ജലിയാവണം എന്ന് വസിയത്ത് ചെയ്യപ്പെടണം. അതായത് വലയുസമ്മ, പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് വലയുസമ്മ റായിഹത്ത തശ്ബീഹി, ആ ഇസ്തിആറത്തിന് തശ്ബീഹിന്റെ റാഹിയത്തിന് വാസനിക്കപ്പെടാതിരിക്കുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോ ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്തു. പ്രത്യേകിച്ച് എന്ത് മുറാഅത്ത് ചെയ്തു? തശ്ബീഹിന്റെ റായിഹത്തിന് വാസനിപ്പിക്കപ്പെടാതിരിക്കൽ. അത് ഖാസിന്റെ മെൻ ആമിന അത്ഫാണ്. ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളിൽ പെട്ടത് തന്നെയാണ് ഏത്? തശ്ബീഹിന്റെ റാഹിയത്തിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കലും. ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് തശ്ബീഹിന്റെ ഹുസ്നിനെ മുറാഅത്ത് ചെയ്യൽ. അപ്പൊ തശ്ബീഹിന്റെ ഹുസ്നിയത്തിനെ മുറാഅത്ത് ചെയ്യുമ്പോൾ ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെയും മുറാഅത്ത് ചെയ്തു. പക്ഷേ ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്യുന്നതിൽ ഏതും പെട്ടിട്ടുണ്ട്. ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകൾ, ആ ഷർത്തുകളിനെ മുറാഅത്ത് ചെയ്യണമെങ്കിൽ തശ്ബീഹിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്യണം. അതുകൊണ്ട് തശ്ബീഹിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്തത് കൊണ്ട് മാത്രം ഇസ്തിആറത്തിന് ഹുസ്നിയത്ത് ലഭിച്ചോളണമെന്നില്ല. ഇതും കൂടിയും കൂടണം. വലയുസമ്മ റായിഹത്ത തശ്ബീഹി, തശ്ബീഹിന്റെ റാഹിയത്തിന് വാസനിപ്പിക്കപ്പെടാതിരിക്കുകയും വേണം. അപ്പോ ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്താൽ ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളിൽ പെട്ടത് തന്നെയാണ് ഏത്? തശ്ബീഹിന്റെ റാഹിയത്തിന് വാസനിപ്പിക്കപ്പെടാതിരിക്കൽ. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറഞ്ഞതാണ്. എത്ര പ്രത്യേകിച്ച് വലയുസമ്മ റായിഹത്ത തശ്ബീഹി, തശ്ബീഹിന്റെ റാഹിയത്തിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് തശ്ബീഹിന്റെ റാഹിയത്തിനെ ഇസ്തിആറത്തിന് വാസനിപ്പിക്കപ്പെടാതിരിക്കുമ്പോഴുമാണ് എന്ത്? ഒരു ശബ്ഹ് ഖഫിയാവേണ്ടത്. വൈലം തുറാഅ, ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് ആരെ മുറാഅത്ത് ചെയ്തിട്ടില്ല? തശ്ബീഹിന്റെ റാഹിയത്തിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കൽ മുറാഅത്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ തശ്ബീഹിന്റെ റാഹിയത്തിന് വാസന ഉണ്ടായി. ആ ഇസ്തിആറത്തിൽ എന്തുണ്ടായി? തശ്ബീഹിന്റെ സ്മെല്ലുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഫാത്തൽ ഹുസ്നു, ഇസ്തിആറത്തിന്റെ ഹുസ്നെ നഷ്ടപ്പെടുകയുള്ളൂ. ഏത് നഷ്ടപ്പെടൂല? അതെ, ഹുസ്ന് നഷ്ടപ്പെടും, ഇൽഗാസ് ആകുകയില്ല, അവ്യക്തത ഉണ്ടാകൂല. അപ്പോൾ അവ്യക്തത ആകുന്നത് എപ്പോഴാണ്? ഇസ്തിആറത്തിൽ ഇൽഗാസ് ഉണ്ടാകുന്നത് അത് എപ്പോഴാണ്? അത് ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്യുമ്പോൾ. ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്യല് തശ്ബീഹിന്റെ ഹുസ്നിയത്തിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്യുമ്പോഴും അതിന്റെ പുറമെ തശ്ബീഹിന്റെ റാഹിയത്തിന് വാസനിപ്പിക്കപ്പെടാതിരിക്കുമ്പോഴുമാണ് ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്യല്. അങ്ങനെ മുറാഅത്ത് ചെയ്യുമ്പോഴാണ് ഒരു ശബ്ഹ് ജലിയാവേണ്ടത്. വൈലം തുറാഅ, ഇനി ഇസ്തിആറത്തിന്റെ ഹുസ്നിയത്തിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ഏതിനെ മുറാഅത്ത് ചെയ്തിട്ടില്ല? തശ്ബീഹിന്റെ റാഹിയത്തിന് വാസനിക്കപ്പെടാതിരിക്കണം എന്നത് മുറാഅത്ത് ചെയ്തില്ല. തശ്ബീഹിന്റെ റാഹിയത്ത് ഇസ്തിആറത്തിന് ഉണ്ടായി എന്നർത്ഥം. എന്നാൽ ഫാത്തൽ ഹുസ്നു, ഇസ്തിആറത്തിന്റെ ഹുസ്ന് നഷ്ടപ്പെട്ടു, അതേ നഷ്ടപ്പെടുള്ളൂ. മുറാഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ജലിയാവണ്ട. അപ്പോൾ ഹുജൂ ശബ്ഹ് ഖഫിയാവാം. ഹുജൂ ശബ്ഹ് ജലിയാവണമെന്ന് പറഞ്ഞത് ഇസ്തിആറത്തിന്റെ ഹുസ്നിന്റെ ഷർത്തുകളെ മുറാഅത്ത് ചെയ്താലാണ്, പ്രത്യേകിച്ച് തശ്ബീഹിന്റെ റാഹിയത്തിനെ വാസിപ്പിക്കപ്പെടാതിരിക്കുമ്പോഴുമാണ്. അപ്പോഴാണ് വജൂഹ് ശബ്ഹ് ജലിയാവേണ്ടത്.
വയില്ല മുറാആത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ജലി ആയിട്ടുമില്ലെങ്കിൽ, ജലിയായില്ല ഹഫിയായി എന്നാ ഫാത്തൽ ഹുസ്നു, വജൂ ശബഹ് ഹഫിയായി. അതേ സമയത്ത് ഇസ്തിആറത്തിന്റെ ഉസ്നിയത്തിന്റെ ഷർത്തുകളെ മുറാത്ത് ചെയ്തിട്ടൊന്നുമില്ല. എന്നാൽ വജൂ ശബഹ് ജലി അല്ലെങ്കിൽ അഥവാ ഹഫിയാണെങ്കിൽ അവിടെ ഇസ്തിആറത്തിന്റെ ഹുസ്ന് നഷ്ടപ്പെട്ടു. ഇസ്തിആറത്ത് അവ്യക്തമായതാവൂല, വ്യക്തമായതാകും. യുക്കാലു പറയപ്പെടും അൽഹസഫി കലാമിഹി, അവന്റെ കലാമിൽ അവ്യക്തത പ്രകടിപ്പിച്ചു. ഇതാ അമിയ മുറാദുഹു എന്ന് പറയും. ഒന്നിന്റെ അതിൽപ്പെട്ടാണ് ലുഹസ്. വൽ ജമ്മു അൽഹാസ് മിസ്ലു റുത്തബ്, അറുത്താബ് പോലെ. കമാലു ഖീല ഫി തഹ്ഖീഖിയ്യത്തി, അൽ-ഇസ്തിആറത്തു തഹ്ഖീഖിയ്യത്തിൽ പറയപ്പെട്ടാലുള്ളതുപോലെ റഅയ്തു അസദൻ വ ഉരീദ ഇൻസാനുൻ അബ്ഖറു, ഞാൻ അസദിനെ കണ്ടു, വായവാസനയുള്ള ഒരു ഇൻസാനിനെ ഉദ്ദേശിക്കപ്പെടുകയും ചെയ്തു. അപ്പോ വായവാസനയുള്ള ഒരു ഇൻസാനിനെ അസദിനോട് തശ്ബീഹാക്കി മുശബ്ബഹിന് വേണ്ടി മുശബ്ബഹു ബിഹിയെ കൊണ്ടുവന്നു. ഇവിടെ വജുഹു ശബഹി ബൈന തർഫൈനി ഖഫിയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഇസ്തിആറത്ത് അവ്യക്തമായ കാര്യമാണ്. ഇവിടെ ഇസ്തിആറത്ത് അവ്യക്തമാണ്. തശ്ബീഹിന്റെ ഹുസ്നിയത്തിനെ മുറാആത്ത് ചെയ്യുമ്പോൾ വജുഹു ശബഹ് ജലിയാവണം. ഇവിടെ ജലിയല്ലാത്തത് കൊണ്ട് ഇവിടെ ഇസ്തിആറത്ത് എന്തായി? അവ്യക്തമായതായി. വഫി തംസീലി റഅയ്തു ഇബ്ലൻ മിഅത്തൻ ലാ തജിദു ഫീഹാ റാഹിലത്തൻ വ ഉരീദ അന്നാസു. റഅയ്തു ഞാൻ കണ്ടു, ഇബ്ലൻ ഒട്ടകത്തെ കണ്ടു, മിഅത്തൻ. ഈ മിഅത്തൻ എന്ന് പറഞ്ഞതിന് രണ്ട് തർക്കീബ് പറഞ്ഞിട്ടുണ്ട് ദസൂഖിയിൽ. എന്താണ് രണ്ട് തർക്കീബ്? ഖൗലുഹു മിഅത്തൻ ലാ തജിദു ഫീഹാ, മിഅത്തൻ 100 കണ്ടു, ലാ തജിദു ഫീഹാ ആ 100 എത്തിക്കുകയില്ല, റാഹിലത്തിനെ എത്തിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഖൗലുഹു മിഅത്തൻ ലാ തജിദു ഫീഹ യഹ്തമിലു അൻ തകൂന ജുംലത്തൻ ഇസ്തിനാഫിയത്തൻ. ഇവിടെ ഇസ്തിനാഫിയ ജുംലയാവാം. ഐ മിഅത്തുൻ മിൻഹാ ലാ തജിദു ഫീഹാ റാഹിലത്തുൻ. അപ്പൊ ഞാൻ എന്തായി ഇവിടെ അർത്ഥം? ഞാൻ ഒട്ടകത്തിനെ കണ്ടു, അതിൽ നിന്ന് 100 ലാ തജിദു ഫീഹാ. ഒരു ഇസ്തിനാഫിയ ജുംലയാകുമ്പോൾ ഐ മിഅത്തുൻ മിൻഹ, അതിൽ നിന്ന് 100 ലാ തജിദു ഫീഹാ റാഹിലത്തൻ, വാഹനമായിട്ട് എത്തിക്കുകയില്ല. അപ്പൊ വയ്യ ജവാബ് അൻ സുആലിൻ മുഖദ്ദരിൻ കാന്നഹു ഖീല അല അയ്യി ഹാലിൻ റഅയ്തുഹും. ആ ഒട്ടകത്തിനെ ഏത് അവസ്ഥയിലാണ് കണ്ടത്? ഫഖീല മിഅത്തും മിന്നാ ലാ തജിദു ഫീഹാ റാഹിലത്തൻ. ഇനി വയഹ്തമില യകൂന മിഅത്തൻ നഅത്തൻ ലിൽ ഇബ്ലി, ഇബ്ലിനിക്ക് നഅത്താകാം. വമാ ബഅദഹു, ശേഷമുള്ളത് കേട്ടോ, വസ്ഫുൽ ലിൽ മിഅത്തി, മിഅത്തിനിക്കുള്ള വസ്ഫും. ഐ ഇബ്ലൻ മഅദൂദത്തൻ ബിഹാദൽ ഖദ്രിൽ കസീരി. അങ്ങനെ. അപ്പോൾ മിഅത്തൻ എന്നുള്ളത്
ഒരു ഇസ്തിനാഫിയ ജുംലയായിട്ട് അതിൽ നിന്നുള്ള 100 ലാ തജിദു ഫീഹ, അതിൽ നീ കണ്ടെത്തിക്കുകയില്ല, റാഹിലത്തൻ വാഹനത്തിനെ കണ്ടെത്തിക്കുകയില്ല. അങ്ങനത്തെ 100 ഒട്ടകം. എന്നിട്ട് ഉരീദന്നാസു, ഈ ഇബലൻ എന്നതുകൊണ്ട് അന്നാസിനെയാണ് ഉദ്ദേശിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ വജൂഹ് ശബഹ് ഖഫിയാണ്. എന്താ ഖഫിയ്? കമ്മിയാണ് എന്നർത്ഥം. നല്ല മനുഷ്യന്മാര് 100 ഒട്ടകത്തിൽ വാഹനം കമ്മിയായതുപോലെ നല്ല മനുഷ്യന്മാരും കമ്മിയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശം. അപ്പോ ഖില്ലത്തുൽ വുജൂദ്, അതാണ് വജൂഹ് ശബഹ്, അതിവിടെ ഖഫിയാണ്. അപ്പൊ തശ്ബീഹ് ഇസ്തിആറത്തിന്റെ ഹുസ്നിനെ മുറാഅത്ത് ചെയ്യുമ്പോൾ ഇസ്തിആറത്ത് അവ്യക്തമാകാതിരിക്കണമെങ്കിൽ വജൂഹ് ശബഹ് എന്താവണം? ജലിയാവണം. ഇങ്ങനെ ഉള്ളോടത്ത് ഇസ്തിആറത്തല്ല പറയേണ്ടത്, തശ്ബീഹാക്കിയിട്ടാണ് പറയേണ്ടത്. അപ്പൊ റഅയ്തു അസദൻ, അല്ല, റഅയ്തു ഇൻസാനൻ അബ്ഹറ കഅസദിൻ. അതുപോലെ തന്നെ റഅയ്തുന്നാസ കഇബിലിൻ. മിഅത്തിൻ ലാ തജിദു ഫീഹാ റാഹിലത്തുൻ. അങ്ങനെ തശ്ബീഹാക്കിയിട്ട് അവിടെ പറയേണ്ടത്. ഇസ്തിആറത്തിന്റെ ഹുസ്നിയത്തിനോട് മുറാഅത്ത് ചെയ്യുമ്പോൾ വജൂഹ് ശബഹ് ജലിയാവണമല്ലോ. ഇവിടെ ജലി അല്ലാത്തത് കൊണ്ട് ഇവിടെ ഇസ്തിആറത്ത് അത്ര നല്ലതല്ല, തശ്ബീഹാക്കി പറയുകയാണ് വേണ്ടത്. അത് മീൻ കൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൗലിൽ നിന്ന് പിടിച്ചതാണിത്. എന്ത്? അന്നാസു ക ഇബിലി. അന്നാസു റസൂലുള്ളാഹിന്റെ കൗലിൽ നിന്ന് പിടിച്ചത് എന്താണ്? അന്നാസു ക ഇബിലിൻ മിഅത്തിൻ, 100 ഒട്ടകം പോലെയാണ് ലാ തജിദു ഫീഹാ റാഹിലത്തൻ എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ തശ്ബീഹാക്കിയിട്ടാ പറഞ്ഞത്. അപ്പോൾ വജൂഹ് ശബഹ് ഖഫി ആയതുകൊണ്ട് ഇവിടെ ഇസ്തിആറത്ത് അത്ര നല്ലതല്ല, തശ്ബീഹാക്കുകയാണ് വേണ്ടത്. കാരണം ഇസ്തിആറത്തിനക്ക് ഭംഗി കിട്ടണമെങ്കിൽ വജൂഹ് ശബഹ് എന്താവണം? ജലിയാവണം. ഇവിടെ ഖഫി ആയതുകൊണ്ട് ഇസ്തിആറത്ത് അവ്യക്തമാണ്. ഇസ്തിആറത്ത് അവ്യക്തമായോടത്ത് തശ്ബീഹാണ് കൊണ്ടുവരേണ്ടത്, ഇസ്തിആറത്തല്ല. പിന്നെ വറാഹിലത്തു എന്ന് പറഞ്ഞാൽ അൽ ബഈറുല്ലദി, ഒരു ഒട്ടകമാണ്, യർതഹിലുഹു റജുലു, അതിന്റെ പുറത്ത് റജുല് സഞ്ചരിക്കും. ജബലങ്കാന ഔനാക്കത്തൻ, അത് ആണൊട്ടകമാകട്ടെ പെണ്ണൊട്ടകമാകട്ടെ. യഇനി അന്നൽ മർലിയൽ പിന്നെ അൽ മുന്തഹബ മിനൻ നാസി, ജനങ്ങളിൽ നിന്ന് നല്ലവരായ തൃപ്തിപ്പെട്ടവര്, ഫി ഇസ്സത്തി വുജൂദിൻ, അതിന്റെ വുജൂദിന്റെ വീര്യത്തില്, കന്നജീബത്തിൽ മുന്തഹബത്തി, കൽ മുന്തഹബത്തി, തിരഞ്ഞെടുക്കപ്പെട്ട ഒട്ടകം പോലെയാണ്. അല്ലത്തി ലാ തൂജദു ഫീ കസീരിൻ മിനൽ ലിബിലി, അധികം ഒട്ടകങ്ങളിൽ നിന്നും ഈ നല്ല ഒട്ടകങ്ങളെ എത്തിക്കപ്പെടൂല. അങ്ങനത്തെ ഒട്ടകങ്ങളെ പോലെയാണ് നല്ല മനുഷ്യന്മാര്. ഒബിഹാദ ലഹറ, ഈ പറഞ്ഞതുകൊണ്ട് ലാഹിറായി. അതായത് ഈ പറഞ്ഞതുകൊണ്ട് ലാഹിറായി എന്ന് പറഞ്ഞാല് ഇസ്തിആറത്തിന്റെ ഹുസ്നിയത്തിന് മുറാഅത്ത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് തശ്ബീഹിന്റെ സ്മെല്ല് വാസനിപ്പിക്കപ്പെടാതിരിക്കുമ്പോഴാണ്
ഇസ്തിആറത്തിനക്ക് ഹുസ്നിയത്തുണ്ടാകുന്നത്. അതുകൊണ്ട് വജുഹു ശബഹ് ഇസ്തിആറത്ത് ഇൽഗാസാവാതിരിക്കാൻ വേണ്ടി, അവ്യക്തമായത് ആവാതിരിക്കാൻ വേണ്ടി വജുഹു ശബഹ് എന്താവണം? ജലിയാവണം എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്തിആറത്തിൽ വജുഹു ശബഹ് ജലിയാവണം. അതിൽ നിന്ന് മനസ്സിലായി തശ്ബീഹില് വജുഹു ശബഹ് ജലിയുമുണ്ട് ഖഫിയുമുണ്ട്. ഇസ്തിആറത്തിൽ വജുഹു ശബഹ് ജലിയാവണം എന്നും തശ്ബീഹിൽ വജുഹു ശബഹ് ജലിയും ആവാം ഖഫിയും ആവാം എന്ന് കിട്ടി. തശ്ബീഹിൽ വജുഹു ശബഹ് ഖഫിയാവാം. അപ്പൊ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ അങ്ങനെയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൗല് അന്നാസു കഇബിലിൻ മിഅത്തിൻ, അവിടെ തശ്ബീഹാണ്, വജുഹു ശബഹ് ഖഫിയാണ്. അപ്പോൾ ഇസ്തിആറത്തിന്റെ ഹുസ്നിയത്തിന് മുറാഅത്ത് ചെയ്യുന്ന സമയത്ത് വജുഹു ശബഹ് ജലിയാവണം എന്ന് പറയുമ്പോൾ ആരായിക്കൂടാ? ഖഫിയായിക്കൂടാ. അപ്പൊ തശ്ബീഹിൽ വജുഹു ശബഹ് ഖഫിയുമുണ്ട് ജലിയുമുണ്ട്. ഇസ്തിആറത്തിൽ വജുഹു ശബഹ് എന്താണ്? ജലിയാവണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ലഹറ ലാഹിറായി അന്ന തശ്ബീഹ അഅമ്മു മഹല്ലൻ, തശ്ബീഹ് മഹല്ലാൽ ആമാണ്. കാരണം ഇത് കുല്ലുമാ യതഅത്താ ഫീഹിൽ ഇസ്തിആറത്തു, ഇസ്തിആറത്ത് സാധ്യമാകുന്ന എല്ലാ സ്ഥലവും യതഅത്താ ഫീഹി തശ്ബീഹു, അവിടെ തശ്ബീഹ് സാധ്യമാകും. കാരണം ഇസ്തിആറത്ത് സാധ്യമാകുന്നത് എവിടെയാണ്? വജുഹു ശബഹ് ജലിയാകുന്നിടത്ത്. അവിടെ തശ്ബീഹിനും പറ്റുമല്ലോ. തശ്ബീഹിൽ വജുഹു ശബഹ് എന്തുണ്ടാവാം? ജലിയാവാം. പിന്നെ വൈരി അക്സിൻ, അക്സിനെ കൂടാതെ. അതായത് തശ്ബീഹ് സാധ്യമാകുന്നിടത്തൊക്കെ ഇസ്തിആറത്ത് പറ്റിക്കോളണമെന്നില്ല. കാരണം തശ്ബീഹില് വജുഹു ശബഹ് ഖഫിയാവാം. ആ ഖഫിയായ വജുഹു ശബഹുള്ളോടത്ത് ഇസ്തിആറത്ത് പറ്റൂല. അതാണ് മഹല്ലാൽ ആമാണ് തശ്ബീഹ്. ഉമൂമു ഹുസൂസ് മുത്തലക്കാണ്. ഇത് കുല്ലുമാ യതഅത്താ ഫീഹിൽ ഇസ്തിആറത്തു, ഇസ്തിആറത്ത് സാധ്യമാകുന്ന ഏതൊരു മഹല്ലും അവിടെ തശ്ബീഹും സാധ്യമാകും. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, റഅയ്തു അസദൻ എന്നിട്ടു ഉരീദ ഇൻസാനുൻ അബ്ഖറു എന്ന് പറഞ്ഞില്ലേ? അവിടെ തശ്ബീഹാണ് അവിടെ സാധ്യമാവുകയുള്ളൂ. അവിടെ ഇസ്തിആറത്ത് സാധ്യമല്ല. കാരണം എന്താ? ഹുസ്നിയത്തില്ല, വജുഹു ശബഹ് ഖഫി ആയതുകൊണ്ട്. അവിടെ തശ്ബീഹിന് പറ്റി, ഇസ്തിആറത്തിന് പറ്റൂല. ഇസ്തിആറത്ത് പറ്റുന്നിടത്തൊക്കെ തശ്ബീഹ് പറ്റും. കാരണം തശ്ബീഹിൽ വജുഹു ശബഹ് ഖഫിയാവാം ജലിയുമാകാം. ലിജവാസി അൻ യകൂന വജുഹു ശബഹി, വജുഹു ശബഹ് ഗൈറ ജലിയിൻ, ജലിയല്ലാത്തതാവുക. അപ്പോൾ വജുഹു ശബഹ് ജലിയല്ലാത്തതാകുമ്പോൾ അവിടെ തശ്ബീഹിന് പറ്റും, ഇസ്തിആറത്തിന് പറ്റൂല. അങ്ങനെ ജലിയല്ലാത്തതാകുമ്പോൾ ഫതസീറുൽ ഇസ്തിആറത്തു ഇൽഗാസാകും. ഇൽഗാസാകുമ്പോൾ അവ്യക്തമായതാകുമ്പോൾ ഇസ്തിആറത്തിന് പറ്റൂലല്ലോ. കമാ ഫിൽ മിസാലൈനിൽ മദ്കൂറൈനി. ഇനി ഫഇൻ ഖീല, ഇനി ചോദിക്കപ്പെട്ടാൽ ഖദ് സബക്ക, സാബിക്കായിട്ടുണ്ടല്ലോ, അന്ന ഹുസ്നൽ ഇസ്തിആറത്തി, മുമ്പ് കഴിഞ്ഞു പോയതാണ്. ഇസ്തിആറത്തിന്റെ ഹുസ്നി ബി റിആയത്തി ജിഹാത്തി ഹുസ്നി തശ്ബീഹി, തശ്ബീഹിന്റെ ഹുസ്നിന്റെ ചട്ടങ്ങളെ മുറാഅത്ത് ചെയ്യൽ കൊണ്ടിട്ടാണ് ഇസ്തിആറത്തിന്റെ ഹുസ്നി എന്ന് സാബിക്കായി. നേരത്തെ പറഞ്ഞല്ലോ, ഫസുലുൻ എന്ന് പറഞ്ഞല്ലോ. അത് ഹുസ്നു കുല്ലി മിനൽ ഇസ്തിആറത്തി തഹഖീഖിയ്യത്തി വതംസീലി അലാ സബീലിൽ ഇസ്തിആറത്തി ബിരിആയത്തി ജിഹാത്തി ഹുസ്നി തശ്ബീഹി എന്ന് നേരത്തെ പറഞ്ഞുപോയി. വമിൻ ജുംലത്തിഹ, ആ തശ്ബീഹിന്റെ ഹുസ്നിന്റെ ജിഹാത്തിൽ പെട്ടതാണല്ലോ അൻ യകൂന വജുഹു ശബഹ് ബഈദൻ, വജുഹു ശബഹ് ബഈദാവുക, ഗൈറ മുബ്തദലിൻ, സാധാരണ പ്രയോഗിക്കുന്നതല്ലാത്തതാവുക, വിദൂരമായതാവുക എന്നത്. അപ്പോ ഫസ്തിറാത്തു ജനാഇഹി, വജുഹു ശബഹിന്റെ
ജലായിനെ ഷർത്താക്കല് ഫിൽ ഇസ്തിആറത്തി, ഇസ്തിആറത്തിൽ വജുഹു ശബ്ഹിന്റെ വ്യക്തതയെ ഷർത്താക്കൽ യുനാഫി എതിരാകുമല്ലോ. ദാലിക വജുഹു ശബ്ഹ് ബഈദും ഗൈറു മുബ്തദും ആവലിനോട് എതിരാകുമല്ലോ. കാരണം സാധാരണ പ്രയോഗിക്കാത്തതാവണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏത് തശ്ബീഹിന്റെ ഹുസ്നിന്റെ ജിഹാത്തിൽപ്പെട്ടതാണ് എന്ത് വജൂ ശബ്ഹ് ബഈദാവലും ഗൈറു മുബ്തദലും ആവല്. ഇവിടെ എന്ത് പറഞ്ഞു? തശ്ബീഹിന്റെ ഹുസ്നിന്റെ ജിഹാത്തിനെ സൂക്ഷിക്കൽ കൊണ്ടിട്ടാണ് ഇസ്തിആറത്തിന്റെ ഹുസ്നുണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അതിന്റെ പുറമെ തശ്ബീഹിന്റെ സ്മെല്ലിനെ വാസനിപ്പിക്കപ്പെടാതിരിക്കുകയും വേണം. എന്നാൽ തശ്ബീഹിന്റെ എന്നിട്ട് പറഞ്ഞു ഇസ്തിആറത്ത് ഇൽഹാസ് ആവാതിരിക്കാൻ വേണ്ടി വജൂ ശബ്ഹ് ജലിയാവണം ഈ ഹുസ്നിനെ മുറാഅത്ത് ചെയ്താൽ. അപ്പോൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് എന്ത്? തശ്ബീഹിന്റെ ഹുസ്നിന്റെ ചട്ടങ്ങളിൽപ്പെട്ടതാണ് വജൂഹു തശ്ബീഹ് മുബ്തദലല്ലാത്ത ബഈദാവല്. അപ്പോൾ സാധാരണ അറിയപ്പെടാത്തതാവൽ അതൊരു ഭംഗിയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ജലിയാവണമെന്ന ഷർത്താക്കല് ഇസ്തിആറത്തിൽ യുനാഫി ദാലിക വജൂ ശബ്ഹ് ബഈദാവലിനോട് എതിരാകുമല്ലോ എന്ന് നീ ചോദിച്ചാൽ ഖുൽനാ നമ്മൾ പറയും അൽ ജലാഹു അൽ ഖഫാഹു മിമ്മാ യഖബുലു സിദ്ദത്ത വൽ ളുഅഫ, സിദ്ദത്തു ളുഅഫിനെ കബൂൽ ചെയ്യുന്നതിൽ പെട്ടതാണ്. ഫയജിബു അൻ യകൂന മിനൽ ഖഫാഇ, വജൂഹു ശബ്ഹ് ഖഫിയായതിൽ ഉണ്ടാകും ബിഐസു ലാ യസീറു ഇൽഖാസൻ, ഇൽഖാസ് ആവാത്ത അവസ്ഥയിലുള്ളതുണ്ടാവും. വജൂഹു ശബ്ഹ് ഖഫിയാണ്, പക്ഷെ അത് ഇൽഹാസ് ആകൂല. അതുപോലെ തന്നെ ഒമിനൽ ജലായി വജൂഹു ശബ്ഹ് വ്യക്തമായതിൽപ്പെട്ടതാണ് ഉണ്ടാകും, വ്യക്തമായതിൽ ഉണ്ടാകും. ഫയജിബു അയക്കൂന മിനൽ ഖഫായി, ഖഫായിൽ ഉണ്ടാവൽ എന്താണ്? ഫയജിബുന ബഈദൻ ഫസ്തിറാത്തു ജലാഇഹി ഫിൽ ഇസ്തിആറത്തി. അതെ, ഫയജിബു അൻ യകൂന മിനൽ ജലാഇ, ജലാ മിനൽ ഖഫാഇ, മറ്റൊരു ശൈലി ജലാ എന്നാണ്. വജൂഹു ശബ്ഹ് ഖഫിയായതിൽ ഉണ്ടാകാം ബിഐസു ലാ യസീറു ഇൽഹാസൻ, ഖഫിയായതിൽ ഉണ്ടാവൽ നിർബന്ധമാണ്, നിർബന്ധമാകും ഇൽഹാസ് ആവാത്ത അവസ്ഥയിലുള്ളത്. ഒമിനൽ ജലാഇ വജൂഹു ശബ്ഹ് ജലാ ആയതിൽ ഉണ്ടാകൽ നിർബന്ധമാകും ബിഐസു ലാ യസീറു മുബ്തദലും, മുബ്തദലാവാത്ത അവസ്ഥയിലുള്ളത്. അപ്പോൾ വജൂഹു ശബ്ഹ് ജലിയാവണം എന്ന് പറഞ്ഞു. ജലിയാവലോടുകൂടെ മുബ്തദൽ അല്ലാത്തതുമാവും. മുബ്തദൽ അല്ലാത്തതാകുമ്പോൾ ജലിയാവലോടുകൂടെ തന്നെ അതെന്താവാം? ബഈദും ഗൈറു മുബ്തദലും ആവാം. ബഈദും ഗൈറു മുബ്തദലാവൽ തശ്ബീഹിന്റെ ഹുസ്നിൽപ്പെട്ടതാണല്ലോ. അപ്പൊ ജലിയാവലോടുകൂടെ തന്നെ എന്താവാം? ബഈദും ഗൈറു മുബ്തദലും ആവാം എന്ന് ചുരുക്കും എന്നാണ് പറഞ്ഞത്. ഇനി വയത്തസിലു ബിഹി ഐ ബിമാ ദക്കർന, അല്ലേ? വയത്തസിലു ബിഹി ഇതിനോട് മുത്തസിലാകും. ഐ ബിമാ ദക്കർന നമ്മൾ പറഞ്ഞ ഒന്നിനോട്. മിൻ അന്നഹു എന്ത് പറഞ്ഞത്? മിൻ അന്നഹു ഇദാ ഖഫിയ വജൂഹു ശബ്ഹ്, ഖഫിയായാൽ ലം തഹ്സുനിൽ ഇസ്തിആറത്തു, വജൂഹു ശബ്ഹ് ഖഫിയാൽ ഇസ്തിആറത്ത് ഭംഗിയല്ല. വയതഅയ്യനു തശ്ബീഹു, തശ്ബീഹ് നിർണയമാകും എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനോട് ചേരും അന്നഹു ഇദാ കവിയ ശബ്ഹു ബൈന തർഫൈനി, രണ്ട് തർഫിന്റെ ഇടയിൽ ശബ്ഹ് ശക്തിപ്പെട്ടാൽ, ഹത്താ ഇത്തഹദ
രണ്ട് തൊറുഫാണ് ഒന്നായി. ഏതുപോലെ? കൽ ഇൽമി വന്നൂറ് പോലെ, ഓ സുബ്ഹത്തി വല്ലുൽമത്ത് പോലെ. അവിടെ ലം യഹ്സുനി തശ്ബീഹു, അവിടെ തശ്ബീഹ് ഭംഗിയല്ല. രണ്ട് തൊറുഫിന്റെ വജു ശക്തി കൂടി, ഒന്നൊന്നിനേക്കാൾ അല്ലാത്ത നിലക്കായി. എന്നാൽ അത് ഏതുപോലെ? ഹത്താ ഇത്തഹദ, അത് രണ്ടും അത് ഒന്നാകുന്നത് വരെ ശക്തി കൂടി. മുശബ്ബഹും മുശബ്ബഹുബി ഒന്നായി. വജൂ ശബ്ഹ് രണ്ടിലും ശക്തി ആർജിച്ചതുകൊണ്ട് രണ്ട് തൊറുഫും ഒന്നായിപ്പോയി. അത് ഇൽമു പോലെ, നൂറ് പോലെ, സുബ്ഹത്ത് പോലെ, ദുൽമത്ത് പോലെ. എന്നാൽ ലം യഹ്സുനി തശ്ബീഹു വതഅയ്യനത്തിൽ ഇസ്തിആറത്തു, അതിവിടെ കൂട്ടിച്ചേർക്കണം. നമ്മൾ ഈ പറഞ്ഞതിനോട് അത് മുത്തസിലാകും. എന്താ? വജൂ ശബ്ഹ് ഖഫിയാണെങ്കിൽ ഇസ്തിആറത്ത് ശരിയല്ല, അവിടെ തശ്ബീഹാണ്. അതേ സമയത്ത് ആ പറഞ്ഞതിനോട് മുത്തസിലാണെന്ത്? രണ്ട് തർഫിന്റെ ശബ്ഹ് ശക്തി ആർജിച്ചാൽ അവിടെ തശ്ബീഹിന് ഉസ്നിയത്തില്ല, ഇസ്തിആറത്തെ അവിടെ നിർണയമാകുള്ളൂ. തഅയ്യനത്തിൽ ഇസ്തിആറത്തു. അപ്പോൾ തശ്ബീഹ് തഅയ്യുനാകുന്ന മഹല്ലുണ്ട്, ഇസ്തിആറത്ത് തഅയ്യുനാകുന്ന മഹല്ലുണ്ട്. അതാണ് തഅയ്യനത്തിൽ ഇസ്തിആറത്തു. അല്ല യസീറ, അതാവാതിരിക്കാൻ വേണ്ടി തശ്ബീഹി ഷൈഇ ബിനഫ്സിഹി, ഒരു ഷൈഇനെ സ്വന്തം നഫ്സിനോട് തശ്ബീഹാക്കൽ പോലെ ആവാതിരിക്കാൻ വേണ്ടി. അവിടെ തശ്ബീഹാക്കി കൊണ്ടുവന്നാൽ ഒരു ഷൈഇനെ ആ ഷൈഇനോട് തശ്ബീഹാക്കൽ പോലെയാകും. ഫൈദാ ഫഹിംത മസ്അലത്തൻ, ഒരു മസ്അല നീ മനസ്സിലാക്കിയാൽ, തഖൂലു നീ പറയും, അസ്ല ഫീ ഖൽബി നൂറുൻ, എൻ്റെ കൽബിൽ നൂറുണ്ടായി എന്നാണ് നീ പറയുക. അവിടെ ഇൽമിന് നൂറ് ഉപയോഗിച്ചു. വലാ തഖൂലു നീ പറയൂല ഇൽമുൻ കന്നൂരി എന്ന് പറയൂല, എൻ്റെ കൽബിൽ ഇൽമുണ്ട്, നൂറ് പോലത്തെ ഇൽമുണ്ട് എന്ന് തശ്ബീഹാക്കി നീ പറയൂല. കാരണം ഇൽമുൻ നൂറും തമ്മിലുള്ള വജൂഹ് ശബ്ഹ് ഖവിയാണ്. വൈദാ വഖഅത ഫീ ശുബ്ഹത്തിൻ, ഒരു ശുബ്ഹത്തിൽ നീ വീണാൽ, തഖൂലു നീ പറയും, വഖഅതു ഫീ ദുൽമത്തിൻ, ഒരു ഇരുട്ടിൽ ഞാൻ വീണു എന്ന് പറയും. വലാ തഖൂലു ഫീ ശുബ്ഹത്തിൻ കദുൽമത്തി എന്ന് നീ പറയൂല. അപ്പൊ പറഞ്ഞത് എന്ത് മനസ്സിലായി? ഇസ്തിആറത്ത് പറ്റാത്തോടത്ത് തശ്ബീഹ് നിർണയമാണ്, തശ്ബീഹ് പറ്റാത്തോടത്ത് ഇസ്തിആറത്ത് നിർണയമാണ്. രണ്ടും പറഞ്ഞു കഴിഞ്ഞു. വല്ലിസ്തിആറത്തുൽ മക്നിയു അൻഹയാകുന്നത് കത്തഹ്ഖീഖിയ്യത്ത് പോലെയാണ്. എന്ത് വിഷയത്തിൽ? ഫി അന്ന ഹുസ്നഹ, ഇസ്തിആറത്ത് മക്നിയത്തിന്റെ ഭംഗി, ബിരിആയത്തി ജിഹാത്തി ഹുസ്നി തശ്ബീഹി, തശ്ബീഹിന്റെ ഹുസ്നിന്റെ ചട്ടങ്ങളെ സൂക്ഷിക്കൽ കൊണ്ടിട്ടാണ്. കാരണം ലി അന്നഹ ഇസ്തിആറത്തു മക്നിയത്ത് തശ്ബീഹുൻ മുളുമറുൻ, ഒരു മറക്കപ്പെട്ട തശ്ബീഹാണല്ലോ. അൽഫാറുൽ മനിയത്തി, മരണത്തിന് എന്തിനോട് തശ്ബീഹാക്കിയിട്ടുണ്ട്? സബ്ഇനോട് തശ്ബീഹാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ തശ്ബീഹിന്റെ ഭംഗി അവിടെയും നോക്കണം. വല്ലിസ്തിആറത്തു തഖീലിയത്തു ഹുസ്നുഹ, ഇസ്തിആറത്തു തഖീലിയത്തിന്റെ ഹുസ്ന് ബി ഹസ്ബി ഹുസ്നിൽ മക്നിയ അന്ന, ഇസ്തിആറത്ത് മക്നിയ അന്നയുടെ ഹുസ്നിന്റെ തോതനുസരിച്ചാണ് ഇസ്തിആറത്തു തഖീലിയത്തിന്റെ ഹുസ്ൻ ഉണ്ടാവുക. അന്നഹ, കാരണം ഇസ്തിആറത്തു തഖീലിയത്ത് ലാ തകൂനു ഇല്ലാ താബിയത്തലിൽ മക്നിയ അന്നനോട് താബിയായിട്ടല്ലാതെ ഉണ്ടാവൂല. വലൈസ ലഹ, ഇസ്തിആറത്തു തഖീലിയത്തിനിക്കില്ല ഫീ നഫ്സി, അന സ്വന്തം നഫ്സിൽ തശ്ബീഹില്ല. സക്കാക്കിന്റെ അടുക്കലാണ് തശ്ബീഹിന്റെ, ജുമൂറിന്റെ അടുക്കൽ തശ്ബീഹില്ല. ബൽ ഹിയ ഹഖീഖത്തുൻ, ഇസ്തിആറത്തു തഖീലിയത്തുടെ ഹഖീഖത്താണ്. അൽഫാറുൽ മനിയത്തി, ആ അൽഫാറിന്റെ ഹഖീഖിയായ അൽഫാറിന്റെ മാന തന്നെയാണ് കൗമിന്റെ അടുക്കൽ. ഫഹുസ്നുഹ, അപ്പൊ ഇസ്തിആറത്തു തഖീലിയത്തിന്റെ ഭംഗി താബിഉൻ ലി ഹുസ്നി മത്ബൂഇഹ, ആ ഇസ്തിആറത്തു തഖീലിയത്തിന്റെ മത്ബൂ ആയ ഇസ്തിആറത്ത് മക്നിയ അന്നയുടെ ഭംഗിയോട് താബി ആണ് ഇസ്തിആറത്തു തഖീലിയത്തിന്റെ ഭംഗി.